നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഗസ പട്ടിണി കൊണ്ട് പുളയുകയാണ്. 127 പേരാണ് പട്ടിണി കിടന്ന് അവിടെ മരിച്ചത്. ഗസയുടെ ചില ഭാഗങ്ങളിൽ ഇസ്രായേൽ ഇപ്പോൾ സൈനിക ആക്രമണങ്ങൾ തന്ത്രപരമായി താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. വ്യോമമാർഗം സഹായം വിതരണം ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. സമാധാനപരമായ ഒരു പരിഹാരം ലക്ഷ്യമിടുകയാണ് അവിടെ ഇന്ത്യ. തിങ്കളാഴ്ച ആരംഭിക്കുന്ന UN ഉന്നതതല സമ്മേളനത്തിൽ ഇന്ത്യയും പങ്കെടുക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെ 123 രാജ്യങ്ങളും ഏജൻസികളും യോഗത്തിന് വേണ്ടി ഒപ്പുവെച്ചിട്ടുണ്ട്. ഗസയും ഇസ്രയേലും 2 രാജ്യങ്ങളായി വേർപിരിയുക എന്ന ഫോർമുലയാണ് ഭൂരിപക്ഷം ലോക രാജ്യങ്ങളും ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഹമാസോ ഇസ്രയേലോ ആരാണ് ശരിയെന്ന ചോദ്യത്തിന് ഇനി പ്രസക്തിയുണ്ടോ എന്നറിയില്ല. പട്ടിണി കൊണ്ട് കുട്ടികൾ മരിക്കുമ്പോൾ നോക്കി നിൽക്കാൻ ഇനി ലോകരാജ്യങ്ങൾക്കാകുമോ? ബന്ദികളെ പരസ്പരം കൈമാറി 2 രാജ്യങ്ങളായി വഴി പിരിയുക എന്നതാണ് ഇനി ഏക പോംവഴി. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ദ്വിരാഷ്ട്ര ഫോർമുല നടപ്പാകുമോ? അവിടെ പ്രശ്നപരിഹാരത്തിന് എന്തു മാർഗം? അതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. മൂന്ന് ദിവസത്തെ ഒരു യോഗമാണ് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി ചേരുന്നത്. അതിന് പ്രധാനമായും നേതൃത്വം കൊടുക്കുന്നത് ഫ്രാൻസാണ്. ഒപ്പം സൗദി അറേബ്യയും സംയുക്തമായി അധ്യക്ഷത വഹിക്കുന്നു. ഈ ഘട്ടത്തിൽ ഇത് ഒരു പ്രശ്ന പരിഹാരം എന്ന നിലയിൽ കാണുന്നത് ദ്വിരാഷ്ട്ര സിദ്ധാന്തമാണ്. 2 രാജ്യങ്ങളായി പരസ്പരം സഹവർത്തിത്വത്തോടുകൂടി നിലയുറപ്പിക്കുക എന്നതാണ് പാലസ്തീനും അതുപോലെ ഇസ്രായേലിനും മുന്നിലുള്ള ഏക പോംവഴിയെന്ന് ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും പറയുന്നു. അതിനോടൊപ്പം ഷാജി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ഷാജി പത്തനംതിട്ടയിൽ നിന്നാണ് വിളിക്കുന്നത്. ഈ പ്രശ്നം, കുട്ടികൾ അവിടെ ഇങ്ങനെ പട്ടിണി കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്നു, പുറത്തു വരുന്നു. യുദ്ധത്തിന് ആരാണ് ഉത്തരവാദി എന്നുള്ളതൊക്കെ ചോദ്യങ്ങൾ നമ്മൾ പല കുറി ചർച്ച ചെയ്തതാണ്. പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കാതെ നിർവാഹമില്ല എന്ന് ലോകം പറയുകയും ചെയ്യുന്നു. എന്താണ് ഷാജി ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? നമസ്കാരം. നമസ്കാരം. പിന്നെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് സമാധാനം കൊടുക്കുക പാലസ്തീന്, അതാണ് വേണ്ടിയത് ഒന്ന്. പിന്നെ ആ പാവപ്പെട്ടവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുക. ഇസ്രയേലിനെ നമുക്ക് ഒതുക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഇസ്രയേൽ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു എന്തുവാ പറയാ, ഒരുപാട് സാഹചര്യമുള്ള രാജ്യം കൂടിയാണ്. പിന്നെ പല പാർട്ടിക്കാരും ഇസ്രയേലിനെ കുറ്റം പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഇസ്രയേൽ ഉള്ളതുകൊണ്ട് നമുക്കൂടി കുറച്ച് അല്പം മെച്ചമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറെ കാരണങ്ങളൊന്നും ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. യമനിൽ പിന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ആ കൊച്ചിനെ എത്രയും പെടുന്ന രക്ഷപ്പെടുത്താനുള്ള തന്ത്രം നമ്മുടെ സർക്കാർ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. അത് സർക്കാരുകൾക്ക് ഷാജി പലപ്പോഴും സർക്കാരുകളുമായി അല്ല പറയട്ടെ, അപ്പം അങ്ങ് ഇത് പറഞ്ഞല്ലോ, മറ്റുള്ള ഒരാൾ കൂടി പറയട്ടെ. സർക്കാരിന് എപ്പോഴും മറ്റൊരു സർക്കാരുമായി സംവദിക്കാൻ കഴിയും. അവിടെ അങ്ങനെ ഒരു നയതന്ത്ര ബന്ധമില്ല. പിന്നെ ഇത് ചർച്ച ചെയ്യേണ്ടതും അന്തിമ തീരുമാനമെടുക്കേണ്ടതും ഒരു കുടുംബമാണ്. അപ്പോൾ ഒരു രാഷ്ട്രത്തിന് ഒരു കുടുംബത്തിൻ്റെ മുന്നിൽ ചെന്ന് അവരുമായി അങ്ങനെ ഒരു സന്ധി സംഭാഷണം എത്രത്തോളം സാധ്യമാകുമെന്നറിയില്ല. അതുകൊണ്ടാണ് മറ്റു പല വഴികൾ രാജ്യത്തെ പല ആളുകൾ എടുക്കുമ്പോൾ അതിനെ കൂടി പിന്തുണച്ചുകൊണ്ട് നയതന്ത്ര പ്രതിനിധികൾ കൂടി ഉൾപ്പെടുത്തി അവരെ സഹായിക്കാൻ വിടുക, അങ്ങനെയൊരു രീതിയാണ്. ഇതൊരു വലിയൊരു സങ്കീർണമായ പ്രശ്നമാണ്. ആ കുടുംബം സമ്മതിക്കണമല്ലോ ഈ ധനം വാങ്ങിക്കാൻ. അപ്പോൾ ദയാധനം വാങ്ങിക്കാൻ കുടുംബം സമ്മതിച്ചാൽ മാത്രമേ അത് പ്രശ്നപരിഹാരം സാധ്യമാവുകയുള്ളൂ എന്നതാണ് അവിടുത്തെ ഒരു പ്രധാന വിഷയം. കുട്ടിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആയിക്കോട്ടെ, നമുക്ക് പ്രത്യാശിക്കാം, നല്ലത് സംഭവിക്കട്ടെ എന്ന് നമുക്ക് കൂട്ടായി പ്രത്യാശിക്കാം. യെസ്, ബാലചന്ദ്രൻ ഉത്തർപ്രദേശിൽ നിന്ന് ചേരുന്നു. ശ്രീ ബാലചന്ദ്രൻ, ഇത് കുട്ടികളുടെ പ്രശ്നമാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ തന്നെ 6 മാസം പ്രായമുള്ള ഒരു കുട്ടി ഉൾപ്പെടെയുള്ളവരാണ് പട്ടിണി കൊണ്ട് മരിക്കുന്നത്. പോഷകാഹാരക്കുറവ് 20 ലക്ഷത്തിലധികം ആളുകളിലേക്ക് പടരുകയാണ്. ഇത് പരിഹരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ലോകരാജ്യങ്ങൾക്കുണ്ട്. പക്ഷേ ഈ ഹമാസിനെ ആയുധം താഴെ വയ്ക്കാൻ തയ്യാറാകാത്ത ഘട്ടത്തിൽ അവരെ തീർത്തേക്കൂ എന്ന് ട്രംപ് പറയുമ്പോൾ ഇസ്രായേലും തികഞ്ഞ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. ഇവിടെ
ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ശ്രീ ബാലചന്ദ്രൻ കരുതുന്നത്? നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ആദ്യം നമസ്കാരം പറയട്ടെ മനുഭായ്. നമസ്കാരം. ഇന്ത്യക്ക് നല്ല ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിയോടത്തോളം ചെയ്യേണ്ടത് ആദ്യം ഒന്നില്ലെങ്കിൽ യുദ്ധങ്ങളൊക്കെ അവസാനിക്കണം. യുദ്ധം കൊണ്ടൊന്നും ഒന്നിനും ഒരു പരിഹാരമില്ല. ഇനി അത്ര യുദ്ധം ചെയ്താൽ അത്ര താല്പര്യം കാട്ടുകയാണെങ്കിൽ അതിന് പറ്റിയ 4-5 ആൾക്കാരുണ്ടല്ലോ, ആയുധം വിൽക്കുന്ന ആൾക്കാര്, അവരെ യുദ്ധം ചെയ്യട്ടെ. അത് ബ്രിട്ടൻ ആണെച്ചാലും അമേരിക്ക ആയാലും ഫ്രാൻസ് ആയാലും ചൈന ആണെച്ചാലും അങ്ങനത്തെ ആൾക്കാർ അവര് യുദ്ധം ചെയ്യട്ടെ, അവരുടെ ആയുധങ്ങളൊക്കെ എടുത്തിട്ട്. എന്നാൽ അതിനൊരു അവസാനം ഉണ്ടാവുമല്ലോ. അല്ല, പക്ഷേ ഇത് കയ്യൊക്കുള്ള കാര്യക്കാരെന്ന് മാത്രം മനുഭായ്. അല്ല, പക്ഷേ ഇതിൽ നമ്മളിപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ എപ്പോഴും ആയുധം വിൽക്കുന്ന ആളുകളായി ഒരു വിഭാഗത്തെ നമ്മൾ പറയുന്നുണ്ട്. അത് ശരിയുമായിരിക്കാം. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ വന്ന് പതിച്ച മിസൈലുകൾ ചൈനയുടേതായിരുന്നു. എനിക്കറിയാവുന്നൊരു തോക്ക് AK-47 ആണ്. അത് ഉണ്ടാക്കുന്ന രാജ്യം ഏതാണെന്ന് അങ്ങേക്കും അറിയാമായിരിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ നമ്മൾ രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായി കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമുണ്ടോ ബാലചന്ദ്രൻ? ഞാൻ അതാണ് എങ്ങനെ ആലോചിക്കുന്നത്. എനിക്കിത് ഒരു നേരം പോക്കായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മുടെ വീട്ടിലേക്ക് ബോംബ് വീണിട്ടില്ല. പക്ഷെ ഒരു നേരപോക്ക് എന്ന് പറഞ്ഞാൽ ഇവർക്ക് തോന്നിയത് ഇന്റർവെല്ല് എടുക്കുക, സ്കൂളിൽ ഇന്റർവെല്ല് കൊടുക്കുന്ന പോലെ ഇനി ഒരു 10 ദിവസം വെടി നിർത്തല്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യാം. ക്ഷീണിച്ചു വെച്ച് കഴിഞ്ഞാൽ ക്ഷീണമുള്ളൊരു ക്ഷീണം മാറ്റും, വെടി നിർത്തലായി, അതിന് വേറൊരാൾ കൽപ്പിക്കലായി, ആഹ്വാനം ചെയ്യലായി. ഒന്നില്ലെങ്കിൽ യുദ്ധം എന്ന് പറഞ്ഞ പര്യവസാനം. അത് പാകിസ്ഥാനോടാണെങ്കിലും ആരോടാണെങ്കിലും നമുക്ക് തീരാത്ത ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവനെ അവസാനിപ്പിക്കുക. ഒരു 10 മിനിറ്റ് യുദ്ധം ചെയ്തിട്ട് പിന്നെ യുദ്ധം നിർത്തി. എന്താ അതിന്റെ ആവശ്യമുള്ളത്? ഇത് നാളേക്ക് യുദ്ധത്തിന് വേണ്ടി എടുത്തു വെച്ചേക്ക് ഓരോ സാധനങ്ങള്. അത്ര മോശപ്പെട്ട ആളുകളാണ് വെച്ച് കഴിഞ്ഞാൽ ആ സാധനത്തിന് ഉന്മൂലനം ചെയ്യാം. അത് ഓപ്പോസിറ്റ് ഉള്ളത് ഏതോ ആയിക്കോട്ടെ. അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. ഷാജി, കുട്ടികള് അല്ല, ഒരു മിനിറ്റ്, ഈ പെറ്റ് വീണ കുട്ടികൾ എന്ത് പഴച്ചു, വൃദ്ധന്മാരെന്ത് പഴച്ചു? ഇവർ ആരോഗ്യമുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യട്ടെ. അതെ, ഇത്തരം എല്ലാ യുദ്ധങ്ങളുടെയും വലിയ കെടുതി അനുഭവിക്കേണ്ടി വരുന്നത് കുട്ടികളും പ്രായമായവരും നിഷ്കളങ്കരായ സ്ത്രീകളുമാണ് എന്നതാണ്. നമ്മുടെ ഇഷ്ടവട്ടത്താണ്. ഏതെങ്കിലും ഒന്ന് ഉന്നം തെറ്റി നമ്മുടെ നാട്ടിലേക്ക് വന്നു വീഴാം. ശരി, കൃത്യമാണ്. ഓക്കെ, ഷാജി എന്നൊരു പ്രേക്ഷകൻ കൂടി എന്നോടൊപ്പം ചേരുന്നത് അഞ്ചലിൽ നിന്നാണ്. ശ്രീ ഷാജി, എനിക്ക് തോന്നുന്നത് ഷാജിയുടെ ടെലിഫോണിൽ എന്തോ പ്രശ്നം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ സെബാസ്റ്റ്യൻ CA എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. ഭീകരരെ ഇറക്കുന്നതും കൊല്ലുന്നതും അമേരിക്കയാണ് എന്ന് സെബാസ്റ്റ്യൻ CA പറയുന്നു. ഓക്കെ, അമേരിക്കയും ഇസ്രയേലും ഒരിക്കലും പാലസ്തീൻ രാഷ്ട്രം അനുവദിക്കില്ല എന്ന് എന്നോട് ടെക്നിക്കൽ മൈൻഡ് പറയുന്നു. ആയിരു പറയുന്നു പാലസ്തീൻ രാജ്യം വന്നാൽ ഇനിയും ഒക്ടോബർ 7 ആവർത്തിക്കും എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള പലതരം ആശങ്കകൾ പലരും വയ്ക്കുന്നു. അപ്പോൾ യുദ്ധമില്ലാത്ത സമാധാനം ആഗ്രഹിക്കുന്ന ഇനിയൊരു ലോകം, വികസനത്തെക്കുറിച്ചൊക്കെ സങ്കല്പിക്കുന്ന ഒരു ലോകമാകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ശാസ്ത്ര സാങ്കേതികമായ ഒരു പുരോഗമനം ഉണ്ടാകുക, മനുഷ്യർ കൂടുതൽ മനുഷ്യരെ മനസ്സിലാക്കുകയും അവരുടെ ഇടപഴകൽ സ്നേഹത്തോടു കൂടി ഉള്ളതാകുകയും ചെയ്യുന്ന ഒരു ലോകം സൃഷ്ടിക്കാനുള്ള വലിയ പ്രയത്നം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നടക്കുമ്പോൾ അതിനാണ് പിന്തുണ വരേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുഹമ്മദ് മഞ്ചേരി എന്നോടൊപ്പം ചേർന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരി, കേൾക്കാമോ? ഈ ഗസയിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ ശ്രീ മുഹമ്മദ് മഞ്ചേരിക്ക് ഇതിന്റെ ഉത്തരവാദി ആരാണെന്നാണ് തോന്നുന്നത്? ഇതിന്റെ ഉത്തരവാദി പിന്നെ നാണം കെട്ട കുറെ രാഷ്ട്രങ്ങളുണ്ടല്ലോ അവിടെ, വേറെ നാണം കെട്ട പിന്നെ അമേരിക്ക ഉൾപ്പെടെ മറ്റ് പല രാജ്യങ്ങളും, എത്ര രാഷ്ട്രങ്ങളുണ്ട് അവിടെ. ഇവർക്ക് ആർക്കും ഇതിനൊരു അമറടി ഇടാൻ പറ്റൂലേ. പിന്നെ ഇത് ഈ പേപ്പർ ഈ കുട്ടികളിങ്ങനെ ചാകി നോക്കണം. കാരണം ചാകണെന്ന് പറഞ്ഞാല് ഇന്നത്തെ പേപ്പർ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. പെണ്ണുങ്ങൾ ഭക്ഷണത്തിന് നിൽക്കുന്നത്, ഭക്ഷണത്തിന് നിൽക്കുമ്പോ കൊണ്ടുപോയി കൊല്ലുക, അല്ലാത്ത സമയത്ത് കൊണ്ടുപോയി കൊല്ലുക. എന്നിട്ട് ഇപ്പൊ കുറച്ച് നേരത്തെ ഒരാള് പറഞ്ഞു പിന്നെ ഇസ്രായേലിനെ അങ്ങനെ ഇതാക്കാൻ പറ്റില്ല. എന്താ ഇസ്രായേൽ അവിടെ എല്ലാവർക്കും അന്നം വെള്ളം കൊടുക്കുന്നത്? അത് മനസ്സിലാക്കണ്ടേ പറഞ്ഞ ആൾക്ക്? ഇവിടെ ചത്ത് വീഴുക ജനങ്ങള്. അതിന് വല്ലതും നോക്കാൻ പറ്റുന്നെങ്കിൽ നോക്കുക. ആദ്യത്തെ കുറെ മുമ്പ് ഞാൻ സാറിനോട് പറഞ്ഞു, ഇവിടെ യുദ്ധം എന്ന് പറഞ്ഞാൽ അത് ലോകത്തിന് ഏറ്റവും വലിയ ഒരു ശത്രുതയാണ്. കാരണം എല്ലാ നാശങ്ങളും സർവനാശമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതൊന്നും ചെയ്യാതെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പ്രസന്നൻ എന്നോടൊപ്പം ചേരുന്നത് മാളയിൽ നിന്നാണ്. ശ്രീ പ്രസന്നൻ, അങ്ങ് ഇന്ത്യക്ക് പുറത്തൊക്കെ പോയിട്ടുള്ള ഒരാളാണ്. ഇത് നമ്മളെയും ആശങ്കപ്പെടുത്തുന്നതാണ്. നമ്മളൊരു രാജ്യത്തിനകത്തിരിക്കുന്നവരാകുമ്പോൾ കൂടിയും ലോക ജനത എന്ന നിലത്തിൽ
ചിന്തിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ നിരവധി ആളുകൾ മറ്റു രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ ഒരു ആഗോള പൗരൻ്റെ മനസ്സാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഈ അങ്ങയ്ക്ക് ഈ വിഷയം കാണുമ്പോൾ ഈ തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന സമ്മേളനം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിക്ക് എന്തെങ്കിലും കാര്യപാത്ര പ്രസക്തമായ ഇടപെടൽ നടത്താൻ കഴിയും എന്ന പ്രതീക്ഷയുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. ഈ പാലസ്തീനിലെ ഈ അതിശോചനീയമായ അവസ്ഥ കാണുമ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദന, എന്താ പറയാ, നമുക്ക് കണ്ടെടുക്കാൻ പറ്റാത്തൊരു അത്യധികം വേദനയാണ് നമുക്ക് ഉളവാക്കുന്നത് ഏതൊരു മനുഷ്യനും. പക്ഷേ ഈ യുദ്ധം ഇന്നലെ തുടങ്ങിയതല്ല. എന്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ തന്നെ ഇപ്പൊ ഒരു 21 മാസമായി നമ്മൾ ഇത് പൊതുവേദിയിൽ തന്നെ ചർച്ച ചെയ്യുന്നു. അല്ല, അതല്ല സാറേ, ഒരു 50 വർഷമായിട്ട് ഈ 48 മുതൽ തർക്കമുണ്ട്. നമ്മളൊക്കെ ഈ ടി വി ഒക്കെ വന്ന കാലം തുടങ്ങി നേരിട്ട് കാണാൻ തുടങ്ങിയതാ. അത് പ്രശ്നങ്ങളുണ്ട് വളരെ നേരത്തെ. പിന്നെ നമ്മൾ അമേരിക്കനെ കുറ്റം പറയാ, ഇസ്രായേലിനെ കുറ്റം പറയാ, പാലസ്തീനെ കുറ്റം പറയാ, ഹമാസിനെ കുറ്റം പറയാ, അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് കുറ്റം പറഞ്ഞ് ഈ ആളുകൾ വെറുപ്പിച്ചിട്ട് കാര്യമില്ല. ഇത് ശാശ്വത പരിഹാരത്തിനുള്ള ഇപ്പൊ നമുക്ക് വളരെ എന്താ പറയുക പ്രത്യാശയോടുകൂടി ഉറ്റുനോക്കാം നടക്കാൻ പോകുന്ന UN സമ്മേളനത്തിൽ. എന്തെങ്കിലും ഉരുത്തിരിഞ്ഞു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതായത് പണ്ടേ മുതലേ ഉള്ള ഈ ഒരു സ്പർദ്ധ മനസ്സിൽ സൂക്ഷിക്കുന്ന വിധത്തില് അതുണ്ട് ഇതിനകത്ത്. മറ്റ് ഈ അറബി രാജ്യങ്ങളൊക്കെ എത്രയോ മുന്നോട്ട് പോയി ചിന്തകളിലും പ്രവൃത്തികളിലൊക്കെ. പക്ഷെ പലരും ഇന്ന് നമ്മൾ ആ പ്രാചീനമായ വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ സൗദീനൊക്കെ എന്ന് പറയുന്നത് എത്രയോ നല്ല രാജ്യമായി മാറി. ഒരു 25 വർഷത്തിനുള്ളിലുള്ള അവരുടെ പുരോഗമന ചിന്തകളൊക്കെ മാറി മറിഞ്ഞു. പക്ഷെ നമ്മുടെ നാട്ടിൽ പോലും ചില ആളുകൾ ആ പ്രാചീനമായിട്ട് വംശീയമായിട്ടൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അല്പം. പക്ഷേ ലോക ജനത ഇന്ന് വളരെ മാറി. എഡ്യൂക്കേഷൻ കിട്ടിയതിന് ശേഷം ഇന്നിപ്പോ അറബി രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം ഒരു ഇതില്ല. ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ വളരെ പുരോഗമിച്ചു, നല്ല രാഷ്ട്രങ്ങളെ. പക്ഷെ ഈ വംശീയമായി വിദ്വേഷം പുലർത്തുന്ന ഒരു ജനത, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റ് പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നുണ്ട്. അതായത് നമുക്ക് വിശദമായി പോയിന്റ് ഒരു കാരണവശാലും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മനസ്സിലാക്കുന്നത് അമേരിക്ക ഇസ്രായേലിന് തള്ളിക്കളയുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അവരിപ്പോഴും അത് തീർക്കണം, വൃത്തിയായി തീർക്കണം അവിടുത്തെ ഹമാസിനെ എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അബ്ദുള്ള എന്നൊരു പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നത് കണ്ണൂരിൽ നിന്നാണ്. ശ്രീ അബ്ദുള്ള, കണ്ണൂർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂർ കടവത്തൂര്. കടവത്തൂര്. അതെ അതെ. ഓക്കെ. ഈ ശ്രീ അബ്ദുള്ള, ഈ പ്രശ്നം വളരെ നേരത്തെ പ്രേക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ വളരെ പഴയതാണ്. 1923 മുതൽ അവിടെ ഈ 1919 മുതൽ, അതെ, 19 ബാഫർ ഡിക്ലറേഷൻ വരുന്നു. അപ്പോൾ അല്ലാണ്ട് 17 ബാഫർ ഈ ഡിക്ലറേഷൻ വരുന്നു. 17 മുതൽ തുടങ്ങുന്നത്, 17 19 ഒന്നാം യുദ്ധത്തോടു കൂടി തുടങ്ങും. അതെ. പിന്നീട് ഇവിടെ ജൂയിഷ് മൈഗ്രേഷൻ ഒരു 23 മുതൽ 48 വരെ നടക്കുന്നു. അങ്ങനെയുള്ള ഒരു പഴയ ചരിത്രവും കഥയും തർക്കവും ഒക്കെ അതിലുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ ഇനിയും ഈ പരസ്പര വാഗ്വാദങ്ങളിൽ ആരെ പഴിക്കണം, ആര് ഇതിൽ ഉത്തരവാദി എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് ഒരു പരിഹാരം ഈ പ്രശ്നത്തിന് നിർദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഇന്ത്യ നിർദ്ദേശിക്കുന്നത് ദുരാഷ്ട്ര സിദ്ധാന്തമാണ്, 2 രാജ്യങ്ങളായി ഇവർ മാറുക എന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ ബന്ദികളെ കൈമാറാനും അത്തരം കാര്യങ്ങളിലേക്ക് ഈ 2 വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു കൃത്യമായ സമീപനം ഉണ്ടാകും എന്ന് നമുക്ക് കരുതാനാകുമോ? അതായത് ഈ സെപ്റ്റംബറിലുള്ള ഹമാസിന്റെ ആക്രമണത്തെ മാത്രം നമ്മൾ എടുത്തു പറയരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പേ പലസ്തീന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആ ജനതയെ കൊല്ലുകയും അടിച്ചോടിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രമാണ് ഇസ്രായേല്. അപ്പൊ ചർച്ചകളൊക്കെ വരിക സെപ്റ്റംബർ 15 മുൻനിർത്തിയാണ്. സെപ്റ്റംബർ മുമ്പ് എല്ലാം 1919 മുതലേ അവര് ആക്രമിക്കുന്നുണ്ട്. ആ അക്രമത്തെ ഒരു ചർച്ചയിലും ആരും അങ്ങനെ സംസാരിക്കുന്നില്ല. അല്ല, ഈ ഒക്ടോബർ 7 ആക്രമണം മാത്രം തുടങ്ങിയതല്ല ഇത്. 1919 മുതൽ കൊന്നു കൊടുക്കുന്ന ഒരു സംഭവമാണിത്. അത് നേരത്തെ തൊട്ട് തർക്കമുണ്ട്, കയ്യേറ്റമുണ്ട്. ലക്ഷക്കണക്കിന് പലസ്തീനികൾ ഞാൻ നേരിട്ട് പോയി കണ്ടതാ. ഒരുപാട് ഗ്രാമങ്ങൾ ചുട്ടി ചാമ്പലാക്കി ഇസ്രായേൽ ജൂതന്മാർ ചുട്ടി ചാമ്പലാക്കിയ ഗ്രാമങ്ങൾ ഞാൻ അനവധി കണ്ടതാ. അവിടെ ആൾക്കാർ ഇറക്കി വിട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ പല രാജ്യങ്ങളിലും അഭയം തേടിയിട്ടുണ്ട്. സെപ്റ്റംബറിൽ അവർ ചെയ്യാൻ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവരത് ചെയ്തത്. ശ്രീ അബ്ദുള്ള ഗസയിൽ പോയി അല്ലേ? പോയിട്ടുണ്ട്. ഗസയിൽ പോയിട്ടുണ്ട്. അത് ഏത് വർഷമാണ് പോയത്? പോയിട്ടുണ്ട്, ഇസ്രായേലിൽ പോയിട്ടുണ്ട്.
ഏത് അവിടെ വർഷം? ഒരുപാട് ഗ്രാമങ്ങൾ നമ്മൾ സന്ദർശിച്ച് ഏത് വർഷമാണ് പോയത്? 19 ശേഷം അവിടുന്ന് അടിച്ചോടിക്കപ്പെട്ട നമുക്ക് കാണാം നേരിട്ട് തന്നെ. അല്ല, ഏത് വർഷമാണ് പോയത്? ചാമ്പലായി കിടക്കുന്നുണ്ട് അവിടെ. ഏത് വർഷമാണ് അങ്ങ് പോയത്? ഏത് വർഷമാണ് പോയത്? ഞാൻ പോയിട്ട് ഇപ്പൊ 10 വർഷമായി. 12-13 കാലഘട്ടത്തിലാണ് പോയത്. അപ്പോഴങ്ങേക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ ഇങ്ങനെ നാശോന്മുഖമായ ഒരു ഗസയാണ്. അതിന്റെ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഗസയിൽ പോയിട്ടില്ല, പലസ്തീനില് വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ അടിച്ചോടിച്ചോണ്ടിരിക്കുകയാണ് അവര്. വെസ്റ്റ് ബാങ്കിന്റെ ഓരോ പ്രദേശങ്ങളിലും 1976 പിടിച്ചെടുത്ത സ്ഥലത്ത് നിന്ന് പലസ്തീനികൾ അടിച്ചോടിക്കുക, കൊല്ലുക ദിവസവും. നമ്മളന്ന് പോയ അന്ന് 2 പലസ്തീനികൾ അവിടെ കൊന്നിട്ടുണ്ട് ഇസ്രായേൽ പട്ടാളം. ശരി. അപ്പൊ സെപ്റ്റംബർ മാത്രം നമ്മൾ എടുത്തിട്ട് പറയുന്നത് ഹമാസ് ചെയ്തത് സെപ്റ്റംബറിൽ ഒരു തെറ്റായിട്ട് നമ്മൾ പറയുമ്പോ അവർ ഇസ്രായേലുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റത്തെ നമ്മൾ കാണണോ? ഹമാസ് തീവ്രവാദം ചെയ്തിട്ടുണ്ടായിരിക്കും. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് അത് തർക്കം ഇപ്പൊ നമ്മൾ ഇതില് അങ്ങോട്ടും കൊന്നു ഇങ്ങോട്ടും കൊന്നു എന്ന് ഒരു രണ്ടുപേരും പറയുന്നു. അത് അവരെ രാജ്യമല്ലേ, 19 പേര് അവരെ രാജ്യമല്ലേ, അവരൊരു രാജ്യം വേണ്ടേ? ഇസ്രായേൽ രാജ്യം രൂപീകരിക്കുമ്പോൾ തന്നെ പലസ്തീനക്ക് ഒരു രാജ്യം വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അത് ഇതുവരെ ഇസ്രായേൽ സാധിപ്പിച്ചു കൊടുത്തിട്ടില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ദുരാഷ്ട്രവാദം 2 രാഷ്ട്രങ്ങളായി ഇവർ വഴിപിരിയുക. പലസ്തീനികൾ അവിടുന്ന് കുടിവയ്ക്കപ്പെട്ട പലസ്തീനികൾക്ക് ഒരു സ്വതന്ത്ര രാഷ്ട്രം വേണം. അപ്പൊ ഇതിന് പരിഹാരം കാണും. ഞാൻ ഏതായാലും അങ്ങ് അവിടെ പോയത് അബ്ദുള്ള ഇസ്രായേൽ തന്നെ അവിടെ ഉണ്ടാവില്ല. അല്ല, ഞാൻ ഇസ്രായേലിനു അത് അനിവാര്യമാണ്. ഇസ്രായേലിന്റെ സംരക്ഷണത്തിനോ പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കൽ അനിവാര്യമാണ്. അല്ല, ഞാൻ അങ്ങ് അവിടെ പോയ ഒരാളെന്ന നിലയിൽ എനിക്കൊരു സംശയമുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ പല മതവിഭാഗങ്ങളുള്ള ഒരു രാജ്യമായി ഇന്ത്യക്ക് നിലനിൽക്കാൻ കഴിഞ്ഞു. നമ്മുടെ ആദ്യകാലങ്ങളിൽ ഇപ്പോൾ പലതരം ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും വലിയൊരു വിഭാഗം ആളുകൾ ഇവിടെ മതേതരത്വവും മനുഷ്യസ്നേഹവും. ജെറൂസലേമിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, ഞാനൊരു സംശയം ചോദിക്കട്ടെ. പ്രാർത്ഥന നടത്തുന്നുണ്ട്, മുസ്ലിങ്ങൾ പ്രാർത്ഥന നടത്തുന്നുണ്ട്. പക്ഷെ അതല്ല അവിടെ പ്രശ്നം. അവിടെ പലസ്തീനികളായ ജനതേന ഈ ഇപ്പം ജെറൂസലമിലും ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തു നിന്നും കുടിയൊഴിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നവര്. പുതിയ വീടുകൾ വരുന്നു, കുടിയൊഴിപ്പിക്കുന്നു. അവര് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിലായിരിക്കാം ഹമാസ് ആ ആക്രമണം ചെയ്തിട്ടുണ്ടാവാ. അല്ല, ഞാൻ അതല്ല ചോദിക്കുന്നത്. ഈ മതത്തിന്റെ പേരിൽ വേറൊരു രാഷ്ട്രം വേണം എന്നുള്ള ഒരു അവകാശവാദത്തിനപ്പുറത്തേക്ക് എന്റെ അബ്ദുള്ള, ഞാനൊന്ന് ചോദിക്കട്ടെ. ഇത് അങ്ങ് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ഒരു മിനിറ്റ്. അങ്ങയുടെ വികാരമൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങ് അവിടെ പോയി അത് കൃത്യമായി കണ്ടപ്പോൾ അങ്ങേക്ക് ഒരു പക്ഷേ വൈകാരികമായി തോന്നി. ഞാൻ അതല്ല ചോദിക്കുന്നത്. ഈ 2 മതം എന്നതിനപ്പുറത്ത് ഒരു രാജ്യമായി നിൽക്കാൻ എന്താണ് ഈ ജനതയെ തടസ്സപ്പെടുത്തുന്നത്? മതം മാത്രമാണോ? പലസ്തീനിൽ അവിടെ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളൊക്കെ പലസ്തീൻ വേണമെന്ന് തന്നെയല്ല വാദിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പം നമ്മളുടെ രാജ്യത്ത് പല മതങ്ങളുണ്ട്. നമ്മൾ ഒരു രാജ്യമായി പല പ്രാദേശിക പ്രശ്നമില്ല, ഇവിടെ ആരെയും കുടിയൊഴിക്കപ്പെടുന്നില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് അതുപോലെ അവിടെ ഒരു രാജ്യമായി നിൽക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് അങ്ങ് പറയുന്നത്. 2 രാജ്യമായി തന്നെ 2 രാജ്യങ്ങളായാലേ ഇതിന് പരിഹാരം കാണും. മതത്തിന്റെ പേരിലല്ല ഞാൻ പറയുന്നത്. പലസ്തീനികൾക്ക് ഒരു രാജ്യം വേണോ? അവിടെ ഒരു മതേതര രാജ്യമായി പലസ്തീൻ മാറുമെന്ന് അങ്ങക്ക് കൃത്യമായി ഒരു വിശ്വാസമുണ്ട് അവിടെ പോയാളെന്ന നിലയിൽ, അല്ലേ? ഇപ്പൊ പലസ്തീനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ജൂതന്മാരല്ലാതെ മറ്റ് വിഭാഗങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളില്ല. ഇപ്പൊ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളോട് പ്രശ്നങ്ങളില്ലല്ലോ. നൂറ്റാണ്ടുകളായിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ക്രിസ്ത്യാനികൾ. അതായത് ജൂതന്മാര്. ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. എന്റെ ചില സംശയങ്ങളാണ്. അങ്ങ് അവിടെ പോയ ആളെന്ന നിലയിൽ ഈ ഹമാസ് അവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും ഒരു വിശ്വാസം ഗാസ വേറെയാണ്. നമ്മൾ വെസ്റ്റ് ബാങ്കിലാണ് പോയത്. പലസ്തീനിൽ, അതായത് ഇസ്രായേലിന്റെ അണ്ടറിലുള്ള വെസ്റ്റ് ബാങ്കില്. വെസ്റ്റ് ബാങ്കിലാണ് അങ്ങ് പറഞ്ഞ പോകാൻ പറ്റൂല. ഇസ്രായേലിന് ഗാസയിലേക്ക് പോകാൻ സമ്മതിക്കില്ല. വെസ്റ്റ് ബാങ്കിലാണ് അങ്ങ് പറഞ്ഞ വ്യാപകമായ കുടിയൊഴിപ്പിക്കലും അവിടെയുള്ള ആളുകളെ. അപ്പൊ അതുങ്ങള് അവിടെ പോയിട്ട് എത്രയോ പലസ്തീനികളെ കുടിയൊഴിപ്പിച്ചിട്ട് അവര് നമ്മളോട് തന്നെ വിവരിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഈ വീടെല്ലാം നമ്മളതായിരുന്നു, നമ്മളിവിടുന്ന് അടിച്ചോടിച്ചതാ എന്ന് പലസ്തീനികളുടെ ഈ വെസ്റ്റ് ബാങ്കിലുള്ള പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, വെസ്റ്റ് ബാങ്കിന് ഇസ്രായേലിന് വെസ്റ്റ് ബാങ്കിന്റെ ആ ചെറിയ മുനിസിപ്പാലിറ്റി മാത്രം കൊടുത്ത പ്രദേശത്ത് അങ്ങനെ തന്നെ മതില് കെട്ടിയിട്ട് വേർതിരിച്ചിട്ട്, വലിയ മതില് കെട്ടി വേർതിരിച്ച കാണാം. നമ്മളെ ഒരു ഗേറ്റിന്റെ ഉള്ളിലോട്ട് കടന്നിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന പൂർണ്ണമായിട്ട് ഒരു പഞ്ചായത്തിന്റെ അധികാരമുള്ള പല വെസ്റ്റ് ബാങ്കിലേക്ക് പോകണമെങ്കിൽ വളരെ വിഷമിച്ചിട്ട് പുറത്തേക്ക് പോകാൻ പറ്റൂ. അപ്പൊ അവരെയൊക്കെ അടിച്ചു ഓടിച്ച് ഒരു അഭയാർത്ഥി ക്യാമ്പിലേക്ക് മാറ്റുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. അവിടെ ചെന്ന് ഇപ്പൊ കണ്ടത് ധാരാളം ഇന്നും മാറ്റിക്കൊണ്ട്. അവിടെ ഇപ്പൊ നിങ്ങൾ പഠനം നടത്തി നിങ്ങൾക്ക് മനസ്സിലാവും. വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാരെ ഇന്നും അടിച്ചോടിച്ചിട്ട് അവര് വലിയ വലിയ വീടുകൾ എടുത്തിട്ട് കുടിയേറിക്കൊണ്ടിരിക്കുക. ഏതായാലും വ്യക്തമാണ് അങ്ങ് അവിടെ പോയ ആളെന്ന നിലയിൽ പൊതുവേദിയിൽ അങ്ങയുടെ ആ ഒരു പ്രതികരണം വളരെ കൃത്യമാണ്. കാരണം അങ്ങേക്ക് ഒരു പക്ഷേ കൂടുതൽ ഞങ്ങളെക്കാളൊക്കെ
അവിടെ പോയ ആളെന്ന നിലയിൽ അത് മനസ്സിലായിട്ടുണ്ടാകും. ഏതായാലും വളരെ നന്ദി പ്രതികരണത്തിന്. അശ്വിൻ എന്നൊരു പ്രേക്ഷകൻ ബാംഗ്ലൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്ന അശ്വിൻ ടെലിഫോണിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഓക്കെ, ബിനോയ് എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്ത് നിന്നാണ്. ബിനോയ്, കുറേ ദിവസമായി നമ്മൾ പൊതുവേദിയിലേക്ക് സംസാരിച്ചിട്ടല്ലേ? തിരക്കിലായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ബിനോയ് വിളിക്കുമെന്ന് വിചാരിച്ചു. DCC പ്രസിഡന്റിൻ്റെ വാർത്തയൊക്കെ പുറത്തു വന്നപ്പോൾ ഏതായാലും അതേ രാജിയൊക്കെ വെച്ചു. അല്ല, ഇന്നലെ വിളിച്ചായിരുന്നു. ഇന്നലെ വിളിച്ചപ്പോൾ അതിനകത്ത് ബിസി, മറ്റുള്ളവർക്ക് ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ്. നല്ല ബിസി ഉണ്ട്. ഇന്നലത്തെ വിഷയം ചർച്ച ചെയ്യാനുള്ളതുമായിരുന്നു. അപ്പം നിങ്ങളുടെയൊക്കെ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് നമ്മൾ ഈ വിഷയം എടുത്തത് ഗസയിലെ ഈ പട്ടിണി കിടക്കുന്ന കുട്ടികളുടെ മുഖം, അത് നമ്മളെ എല്ലാവരെയും ഒരുപോലെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. അത് ഒരുപക്ഷെ ഇസ്രയേലിനെ അനുകൂലിക്കുന്നവർ ഒക്ടോബർ 7 സംഭവത്തെ ആധാരമാക്കിയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പറയും. അതേസമയം മറുവിഭാഗം ഇപ്പോൾ ശ്രീ അബ്ദുള്ള കണ്ണൂരിൽ നിന്ന് പറഞ്ഞു ഇത് എത്രയോ കാലങ്ങളായി അവർ നേരിടുന്ന ആക്രമണത്തിൻ്റെ തുടർക്കഥയാണ് എന്ന് പറയുന്നു. ഇവിടെ ഒരു പ്രശ്നപരിഹാരത്തിന് ഇന്ത്യ തയ്യാറാവുകയാണ്. ഇന്ത്യ തയ്യാറാകുന്നതെന്ന് വെച്ചാൽ 123 രാജ്യങ്ങളുടെ കൂട്ടായ്മ തയ്യാറാവുകയാണ്. പക്ഷേ അമേരിക്ക ഇപ്പോഴും വൃത്തിയായി അവരെ തീർത്തേക്ക് എന്ന് പറയുമ്പോൾ ലോകരാജ്യങ്ങളുടെ ഒരു സംഘടിത ശ്രമത്തിന് എത്രമാത്രം വിജയം കാണാൻ കഴിയും എന്ന ആശങ്ക എനിക്കുണ്ട്. ശ്രീ ബിനോയിന് അങ്ങനെയുണ്ടോ ഒരാശങ്ക? ആശങ്കയുണ്ട്. കാരണം ഒരു കാര്യം നമ്മൾ മനുഷ്യനെന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. സത്യത്തിൽ ഇസ്രായേൽ ഈ ഗസയെ അടിക്കുന്നത് എന്നേ നിർത്തേണ്ടതാണ് ലോകരാജ്യങ്ങളെല്ലാം പറയുന്നത്. പക്ഷെ അമേരിക്കയുടെ ഒരു പിന്തുണ ഈ ഇസ്രായേലിനുള്ളത് കൊണ്ടാണ് ഇത്രയും ചെയ്യുന്നത്. സത്യത്തിൽ നമ്മൾ ഒരുത്തന്നെ അടിച്ച് തറയിലിട്ടാൽ അവന് 2 കൈയും 2 കാലും ഒക്കെ ഒടിഞ്ഞു കഴിയുമ്പോൾ അവ ഇങ്ങനെ കൂപ്പ് കൈയോടുകൂടി നിൽക്കും. ആ കൂപ്പ് കൈയോട് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത്തിരി മനസ്സുള്ള മനുഷ്യൻ അത് പിന്മാറിപ്പോവും. പക്ഷെ ഒരിക്കലും ഇസ്രായേൽ ഇത്രയും സംഭവിച്ചിട്ട് പോലും ഇസ്രായേൽ പിന്മാറുന്നില്ല. അതുകൂടാതെ ഇന്ത്യ ഉൾപ്പെടെ കൂടെ ഈ 123 രാജ്യങ്ങൾ കൊടുക്കുന്ന സഹായം മൊത്തം ഈജിപ്തിന്റെ റാഫ വഴിയാണ് സത്യത്തിൽ കടന്നു പോകുന്നത്. റഫയിൽ ബ്ലോക്ക് ചെയ്ത് 1000-500 വണ്ടികൾ വരുമ്പോൾ ഡെയിലി 6-7 വണ്ടികൾ മാത്രമേ അവിടുന്ന് കടത്തി വിടുന്നുള്ളൂ ഇസ്രായേലിലോട്ട്. പക്ഷെ അത് തന്നെ ഏറ്റവും മോശമായ ഒരു കാര്യമാണ്. അല്ല, പക്ഷെ അത് അവര് ഇസ്രായേലിന്റെ പ്രതികരണം നമ്മൾ അത് കാണുന്നത് ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം അവിടെ ഹമാസ് തട്ടിയെടുക്കുന്നു, അത് അവരെ കൂടുതൽ അവർക്കൊരു സ്റ്റോക്ക് എന്ന നിലയിൽ അത് കൊണ്ടുപോകുന്നു, ഇതിലേക്കുള്ള ആരോപണങ്ങളാണ്. അല്ലല്ല, അത് ആരോപണമാണ്. ഞാനും മനു ഒരു പത്രപ്രവർത്തകനാണ്. മനു നേരത്തെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണെന്നാണ് ഞാൻ അറിയുന്നത്. പക്ഷെ അതിനൊരു പരിധിയും പരിമിതിയും ഉണ്ട്. ഈ ഹമാസ് തട്ടിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ പരിധിയും പരിമിതി. കാരണം എന്റെ ഒരു സുഹൃത്ത് ഈ UN ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഈ ദുബായിൽ നിന്നൊരു കമ്പനി മുഖാന്തരം സാധനങ്ങൾ കൊടുക്കുന്നത്. അവരുടെ ഒരു അഭിപ്രായം പ്രകാരം അദ്ദേഹം പറഞ്ഞതാണ് എൻ്റെ അടുത്ത്, നമ്മൾ അവിടെ സാധനവും കൊണ്ട് റഫ ബോർഡറിൽ പോയി കിടക്കുമ്പോൾ ഈ പോകുന്ന ഐറ്റം 10, 15, 20 ദിവസം ഈജിപ്ത് കടന്ന് പിന്നെ 11 കിലോമീറ്ററാണ് അതിനകത്തോട്ട് കയറാനുള്ളത്. പക്ഷെ അങ്ങോട്ട് കയറാൻ വേണ്ടി ഇസ്രായേൽ പട്ടാളവും ഇസ്രായേലിന്റെ പോലീസും സമ്മതിക്കത്തില്ല. അവരെ ഈ ഫുഡ് പിന്നെ അവർ പരിശോധിക്കണമെന്നൊക്കെ പറഞ്ഞ് പരിശോധിച്ചു കഴിഞ്ഞിട്ട് ഒരു വണ്ടി കടത്തി വിട്ട് പിന്നെ 3-4 മണിക്കൂർ കഴിഞ്ഞ ശേഷം ലോകത്തുള്ള മിക്ക രാജ്യങ്ങളും സഹായം എത്തിക്കുവാൻ അവിടെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, യുദ്ധം ചെയ്യുന്നവരോട് ഇസ്രായേൽ അവിടെ യുദ്ധം ചെയ്തോട്ടെ, പക്ഷെ നിങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ കൊച്ചു കുട്ടികൾ, അതായത് 10-ൽ 3 പേര് യുദ്ധം കൊണ്ടല്ല മരണപ്പെടുന്നത്, വിശപ്പ് സഹിച്ചുകൊണ്ട് വിശപ്പ് ആയിക്കൊണ്ടാണ് മരിക്കുന്നത്. അതായത് ഫുഡും വസ്ത്രവും ആഹാരവും കിട്ടാതെയാണ് 10-ൽ 3 പേര് മരണപ്പെടുന്നത്. അവർ യുദ്ധത്തിന് വേണ്ടി ഇവർ പരസ്പരം തമ്മിൽ നേതാക്കന്മാർ യുദ്ധം ചെയ്തോട്ടെ, ഈ പലസ്തീനെതിരെ ഇസ്രായേൽ യുദ്ധം ചെയ്തോട്ടെ. പക്ഷെ ഇത് എന്റെ റിപ്പോർട്ടല്ല, ഞാൻ നിങ്ങളുടെയൊക്കെ മാധ്യമങ്ങളിൽ കാണുന്ന റിപ്പോർട്ട് വ്യക്തമാണ്. കുട്ടികൾക്ക് കുറെ കൂടി കരുണ നൽകേണ്ടതാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഗ്ലാഡിയേറ്റർ എന്നോടൊപ്പം പറയുന്നു ഹമാസിൻ്റെ 5000 റോക്കറ്റാണ് പാലസ്തീനെ പട്ടിണിയിലാക്കിയത് എന്ന് പറയുന്നു. നന്ദകുമാർ പ്രിയ പറയുന്നു ഹമാസ് തുടങ്ങി വെച്ചു, ഇനി അവർ തന്നെ പരിഹാരം കാണാൻ ശ്രമിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ന്യൂ തിങ്കറും ഏതാണ്ട് ഇസ്രായേലിനൊപ്പമാണെന്ന് തോന്നുന്നു. ഷേവ് പാകിസ്ഥാൻ, ഇറാൻ ഷേവ് പാലസ്തീൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം റേസറിൻ്റെ ഒരു ചിഹ്നം വിട്ട് പരിഹസിക്കുകയാണ്. ഓക്കെ, രഘുനന്ദനൻ പറയുന്നു ഏതായാലും ഇനി നല്ലൊരു പരിഹാരം ഉണ്ടാകട്ടെ, നമുക്ക് പ്രത്യാശിക്കാം എന്ന് പറയുന്നു. രഘുനന്ദനൻ നമ്മുടെ തിരുമുല്ലവാരത്തുള്ള രഘുനന്ദൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. മോഹനൻ ES എന്താണ് ബേബിയെ പരിഹസിക്കുന്നത്, MA ബേബിയെ. ഓക്കെ, ഷിനോജ്
ഷിനോജ് KS എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് മറ്റ് പ്രശ്നമൊന്നുമില്ല, സകല ജൂതന്മാരെയും കൊന്നൊടുക്കാൻ പറഞ്ഞു, ഖുറാനിൽ പറഞ്ഞു, അവർ ചെയ്യുന്ന ദൈവത്തിന് വേണ്ടി അല്ലാതെ അവർക്ക് യാതൊരു ആവശ്യത്തിനും വേണ്ടി ചെയ്യുന്ന യുദ്ധമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അദ്ദേഹം ഇസ്രയേലിനെ പിന്തുണയ്ക്കുകയാണ്. ഓക്കെ, ശക്തിമാൻ പറയുന്നു സൗദി അറേബ്യ പാലസ്തീന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്താൽ പോരെ എന്ന് ചോദിക്കുന്നു. ഓക്കെ, പിന്നെ കുട്ടൻ വിളക്കുത്തല എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് അവിടെ സമാധാനം കൊണ്ടുവരാൻ സാധിക്കട്ടെ, കഴിവതും അവിടെയുള്ളവരെ സഹായിക്കാൻ നമുക്ക് ശ്രമിക്കാം എന്ന് പറയുന്നു. ഇവർക്ക് എത്ര രാജ്യം കൊടുത്തിട്ടും കാര്യമില്ല, ഇവരുടെ തലച്ചോറിൽ മാറ്റം വരണം, മതഗ്രന്ഥം വലിച്ചെറിയണം എന്നൊക്കെ അറിയുകയാണ്. കിഴക്കേ പീഡിയയിൽ ഷിനോജ്. ഓക്കെ, അപ്പോൾ കോന്നിയിൽ നിന്ന് നമ്മുടെ കിഷോർ സ്ഥിരം നമ്മുടെ കഴിഞ്ഞ ദിവസവും അദ്ദേഹം എനിക്ക് ഹായ് എന്നൊക്കെ പറഞ്ഞു, ഇന്നും ഹായ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹായ് കിഷോർ. ഇപ്പോൾ ഫുഡിൻ്റെ മറവിൽ ആയുധങ്ങളാണ് വരുന്നത് എന്നൊക്കെയാണ് ഷിനോജിൻ്റെ ആരോപണം. ഷിജു കിരിയത്ത് ഇന്ന് എന്നോട് സോറി എന്നൊക്കെ പറയുന്നത്, അദ്ദേഹം കുറച്ച് ലേറ്റായാണ് പൊതുവേദിയിൽ പങ്കെടുത്തത്. കുഴപ്പമില്ല, നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്നാണ് പറയുന്നത്. 3:45 തൊട്ട് നിന്നിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്ന്. നമുക്ക് പരിശോധിക്കാം എന്താണ് നോട്ടിഫിക്കേഷൻ കിട്ടാതിരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ദിവാകരൻ എന്നോടൊപ്പം ചേരുന്നത് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, ദ്വിരാഷ്ട്ര ഫോർമുല എന്നത് എളുപ്പത്തിൽ ഇസ്രയേലും പാലസ്തീനും ഒക്കെ അംഗീകരിച്ച് വരുമോ ശ്രീ ദിവാകരൻ? അംഗീകരിച്ച് വരിക വേണ്ട. പിന്നെ സാറേ, അതായത് ഈ അതീവ വേദനാജനകമായ ദുരവസ്ഥക്ക് കാരണം മത നേതാക്കന്മാരും ഈ ഓഫീസേഴ്സും ഇവരെ കഠിനമായ അങ്ങനെയുള്ള ഈ ടോപ്പിൽ ഈ നേതാക്കന്മാരെ സെലക്റ്റീവായിട്ട് വെക്കാൻ പാടില്ല. അതായത് ബുദ്ധിയും വകതിരിവും, മനുഷ്യന് ബുദ്ധിയും വകതിരിവുണ്ട്, പക്ഷിമൃഗാദികൾക്ക് പിന്നെ ഇതില്ല, വകതിരിവില്ല, ബുദ്ധിയേ ഉള്ളൂ. അപ്പോ ഈ 90 വർഷം മുമ്പിലെ 1945 അമേരിക്ക പിന്നെ ഹിരോഷിമ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചിട്ട് 1945 ഇപ്പോ അതിന്റെ ഇത് കാണുന്നുണ്ട്. അന്നത്തെ കാലം ഇന്നത്തെ കാലം സാങ്കേതികമായിട്ട് മനുഷ്യനെല്ലാം മാറി വന്ന് നല്ല വിവരവും ബുദ്ധിയും അതും ഇതെല്ലാം വന്ന്. അപ്പൊ ഇനി അതുമല്ല എത്ര വെൽഡിങ്, പിന്നെ കുട്ടികളെ ആ ദുരവസ്ഥ വീശ് ഉണങ്ങി പിടിച്ച കുട്ടികളെ നമ്മളെ കരള് കത്തിപ്പോകുന്നില്ല, മനുഷ്യരല്ലേ പിന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വീശ് എന്തെന്നാ ഒറ്റ ജന്മല്ലേ ഉള്ളൂ. ഈ നെല്ലെന്താ കണ്ണീരില്ല, എന്തെന്നാ രണ്ട് മതസ്ഥര്, എന്ത് മതസ്ഥര്. യേശുദാസ് പാടിയ പോലെ കുറി വരച്ചാലും കുറി വരച്ചാലും കുരിശ് വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. ഈ ചിന്ത എല്ലാവരുടെ മനസ്സിലുണ്ടാവണം. താങ്കളുടെ അഭിപ്രായം. നമ്മുടെ പൊതുവേദിയിൽ ധാരാളം പാട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഗായകരുണ്ട്. അത് പൊതുവേദിക്ക് ഇപ്പോൾ നമ്മൾ പലപ്പോഴും പല വിഷയങ്ങൾ എടുക്കുമ്പം അത് വളരെ ആധികാരികമായി അറിയുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ശ്രീ അബ്ദുള്ള അവിടെ ചെന്ന് ഈ വിഷയം കണ്ട് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട്, ഇത് വായിച്ച് മനസ്സിലാക്കുന്നവരുണ്ട്, ചില അനുഭവങ്ങളുള്ളവരുണ്ട്. അപ്പോൾ അതുപോലെ ഗായകരുണ്ട്. പൊതുവേദിയുടെ ഒരു കരുത്ത് അതൊക്കെയാണ്. ഏതായാലും വളരെ നന്ദി ശ്രീ ദിവാകരൻ അവിടുന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്ത്. ശ്രീ അജയ് കുമാർ ചങ്ങനാശ്ശേരി എന്നാണ് വിളിക്കുന്നത്. അതിനോടൊപ്പം എന്നോട് താനിയ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. താനിയ സാബു ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. താനിയയ്ക്കും എൻ്റെ നമസ്കാരം. ഓക്കെ, ശ്രീ അജയ് കുമാർ, ഈ പ്രശ്നപരിഹാരം ഇനി എങ്ങനെ വരും എന്നാണ് കരുതേണ്ടത്? ഇത് അപ്പോൾ ഒരു ചെറിയ അയവ് രണ്ട് ഭാഗത്തുനിന്നും വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ യുദ്ധം തന്ത്രപരമായി താൽക്കാലികമായി അവിടെ ആക്രമണം നിർത്തിവെക്കുന്നു എന്ന് ഇസ്രായേൽ പറയുന്നു. അത് നമ്മൾ എത്ര കണ്ട് വിശ്വാസത്തിലെടുക്കാം? ഒപ്പം ഈ പട്ടിണി മാറ്റാൻ ഉള്ളൊരു നീക്കം ഐക്യരാഷ്ട്രസഭയ്ക്ക് സാധ്യമാക്കുമോ? എന്താണ് അങ്ങയുടെ ഒരു ചിന്താഗതി? ഈ ഒരു യുദ്ധം ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ കെടുതികൾ എല്ലാ രീതിയിലും വരും. അത് കുട്ടികൾക്കും വരും, പ്രായമായവർക്കും എല്ലാവർക്കും വരും. അത് നമ്മൾ ആ യുദ്ധം നിലനിൽക്കുന്നിടത്തോളം കാലം അത് സഹിക്കാതെ യാതൊരു രക്ഷയുമില്ല. പിന്നെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ മരിച്ചു വീഴുന്നത് കാണുമ്പോൾ ഹൃദയം തകർന്നു പോവുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഈ യുദ്ധം ഉണ്ടാക്കി വെച്ചത് ആരാണ്? നമ്മൾ ഇതിന്റെ ചെറിയൊരു ഹിസ്റ്ററിയിലേക്കൊന്ന് പോകും. 1948 അവിടെ പാർട്ടീഷൻ വന്നു UN-ന്റെ. 7 ലക്ഷത്തോളം പാലസ്തീനികൾ റെഫ്യൂജികളായിട്ട് ഗൾഫിന്റെ പല സ്ഥലങ്ങളിലും പോയി. ഗൾഫ്, സിറിയ, പല രാജ്യങ്ങളിലും പോയി. ഗൾഫിൽ ഏറ്റവും കൂടുതൽ പാലസ്തീനികളെ അക്സെപ്റ്റ് ചെയ്ത് കുവൈറ്റില്ല. 4 ലക്ഷത്തോളം പാലസ്തീനികൾ ഉണ്ടായിരുന്നു. ഈ 4 ലക്ഷത്തോളം പാലസ്തീനികൾ ഞാൻ കുവൈറ്റിലന്ന് വർക്ക് ചെയ്യുന്ന കാലത്ത്, പിൽക്കാലത്ത് വർക്ക് ചെയ്യുമ്പോൾ കുവൈറ്റിന്റെ 1/3 പോപ്പുലേഷനാണ്. കുവൈറ്റുകൾക്ക് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റും ഓടാണ് ഇവരവിടെ ജീവിച്ചിരുന്നത്. ഞാനൊക്കെ അന്ന് ചിന്തിക്കുമായിരുന്നു, ഇവരൊക്കെ കുവൈറ്റുകളെക്കാളും വലിയ പൗരന്മാരായിട്ടാണല്ലോ ഇവിടെ ജീവിക്കുന്നത്. അവസാനം എന്ത് പറ്റി? 1990
സദ്ദാം ഹുസൈൻ കുവൈറ്റ് ഓക്യുപ്പൈ ചെയ്തപ്പോൾ ഇവര് സദ്ദാം ഹുസൈന്റെ കൂടെ കൂടി കുവൈറ്റുകളെല്ലാം ഓടിച്ചിട്ട് വന്നു. അവസാനം കുവൈറ്റ് ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം പിടിച്ച് പുറത്താക്കി. അപ്പോൾ ഒരു വല്ലാത്ത ചരിത്രം ഇതിനുണ്ട്. അല്ലെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഗൾഫ് രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ എല്ലാം ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അമേരിക്ക ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുമോ? ഒരിക്കലും പിടിക്കത്തില്ല. കാരണം പണസ്രോതസ്, സാമ്പത്തിക സ്രോതസ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ശക്തമായിട്ടുണ്ട്. അവരൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ അതേ രീതിയിൽ പണ്ടും നടക്കുമായിരുന്നു, ഇപ്പോഴും നടക്കും, നാളെയും നടക്കും. എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുന്നില്ല പാലസ്തീൻ വിഷയത്തിൽ? ഒരുപക്ഷെ ഈ വിഷയം ഇന്ത്യയിലും ഇനി കേരളത്തിലും ചർച്ച ചെയ്യുന്ന പോലെ ലോകത്ത് എവിടെയെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. അത് മഹാകഷ്ടവുമാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വെക്കുന്നത്, പാലസ്തീൻ പ്രശ്നം തീരണം എന്നുണ്ടെങ്കിൽ അവർ ഇസ്രയേലുമായിട്ട് സമരസപ്പെട്ടു പോകണം. അവർ തീവ്രവാദ പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ ഇസ്രയേലുമായിട്ട് ഗുസ്തിക്ക് എന്ന് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്ന ഇതൊക്കെ ആയിരിക്കും. അല്ലാതെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്കിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്യാവുന്നതിനപ്പുറത്തേക്ക് ഈ കഷ്ടമാണ്, ക്രൂരമാണ്. ഇതൊക്കെ ടി വിയിൽ കാണുന്നത് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ there is no other choice. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ ബാലകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നത് കോഴിക്കോട് നിന്നാണ്. ശ്രീ ബാലകൃഷ്ണൻ, ഈ G7 രാജ്യങ്ങളിൽ ഇപ്പോൾ ഫ്രാൻസ് ഇസ്രായേലിനെ അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. പുറകെ മറ്റു ചില രാജ്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ അതിനെ US അവലംബിക്കുന്നു, മാർക്കോ റുബിയോ അവലംബിക്കുന്നു, ഇസ്രായേൽ അവലംബിക്കുന്നു. അപ്പോൾ ഒരു പുതിയ രാജ്യം എന്നത്, പാലസ്തീനൊരു പുതിയ രാജ്യം എന്നത്, സ്വതന്ത്ര രാജ്യം എന്നത് സാധ്യമാണോ ശ്രീ ബാലകൃഷ്ണൻ? അത് സാധ്യമല്ല. കാരണം ജന്മഭൂമി പറഞ്ഞാൽ ആരും ആഗ്രഹിക്കുന്നതാണ്, ജന്മദേശം. അവിടെ നിന്ന് പിടിച്ച് പിഴുതെറിഞ്ഞ് നടക്കുന്ന യുദ്ധം പറയാം, നടക്കുന്നത് വംശീയ ഹത്യ നടക്കുന്നത്, ഒരു വിഭാഗത്തിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. ഈ യുദ്ധം എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നമ്മൾ കാണേണ്ടത് വെച്ചാൽ അമേരിക്കന്റെ മേൽക്കോയ്മ അനുസരിച്ച് ആർക്കും നീങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും ആരെല്ലാം വന്നാലും അമേരിക്ക വീഴ്ച ചെയ്യും. അപ്പൊ ഇതൊക്കെ ഒരു നോക്കുത്തി മാറിക്കഴിഞ്ഞു. ഈ അവസരം ആരുപയോഗിക്കുന്നേ? ബെന്യാമിൻ നെതന്യാഹു ഉപയോഗിക്കുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ സോവിയറ്റ് തകർച്ചയാണ് കാരണം. സോവിയറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കില്ല. ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഈ പരസ്യം വാർത്ത വായിക്കുമ്പോൾ എനിക്ക് വായിക്കാൻ തോന്നാറില്ല. കാരണം അത്രയും മാനസികമായിട്ട് വിഷം നോക്കിക്കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ വഴി ഭക്ഷണം പോലും കൊടുക്കാൻ കഴിയാതെ തട്ടി മാറ്റുന്ന അവസ്ഥ. എന്ത് മനുഷ്യന്മാരവരൊക്കെ, ഇത് മനുഷ്യന് പറയാൻ പറ്റില്ല. ഞാൻ പറയാം, എനിക്ക് ഇസ്രായേലിൽ പോകാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ അവിടെ ഒരു മനുഷ്യബോംബായി മാറിയിരുന്നു ഇസ്രായേലിന്റെ പാർലമെന്റിൽ. എനിക്ക് കഴിയില്ല. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യമാണ്. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായത് കൊണ്ടാണ് ഒരു ഇടവേള എടുത്ത് ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നത് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ വിളിക്കും എന്നാണ്. അപ്പോൾ ചെറിയ ഇടവേള എടുക്കാം, ഷോർട്ട് ബ്രേക്ക്. യെസ്, പൊതുവേദി തുടരുകയാണ്. എന്നോടൊപ്പം ഷമിത്ത് തലശ്ശേരിയിൽ നിന്ന് ചേരുകയാണ്. ഷമിത്ത്, നേരത്തെ 2 രാജ്യം എന്ന ഒരു തീരുമാനം വന്നിരുന്നതാണ്. പക്ഷേ അത് എത്ര സ്ഥലം, ആർക്ക്, എത്ര ശതമാനം എന്നൊക്കെയുള്ള തർക്കങ്ങൾ വന്നു. അറബ് വംശജരായ ആളുകൾക്ക് കൂടുതൽ, അല്ലെങ്കിൽ പാലസ്തീൻ ആളുകൾക്ക് കൂടുതൽ സ്ഥലം വേണം എന്നത് ഒരാവശ്യമായി വന്നു. അങ്ങനെയൊക്കെ പലതരം തർക്കങ്ങൾ വന്നു. അപ്പോൾ വീണ്ടും ഒരു ദുരാഷ്ട്ര സിദ്ധാന്തം വരുമ്പോൾ അത് സാധ്യമാകും എന്നാണോ കരുതേണ്ടത്? ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നമ്മൾ ഇന്ത്യ ഇപ്പോ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് എതിരെ ചെയ്യുന്നുണ്ടല്ലോ, കയറി അടിക്കുന്നത്. അതൊരു സിദ്ധാന്തം നമ്മുടെ പ്രധാനമന്ത്രി വന്നതിന് ശേഷം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇപ്പൊ ഹമാസ് തീവ്രവാദികൾ POKയിൽ വന്നിട്ടുണ്ട്. POKയിൽ അവർ മീറ്റ് ചെയ്തിരുന്നു. ഈ ഹമാസിനെ, ഞാനൊരു പ്രവാസിയാണ്, UAE താമസിച്ചതാണ്. അപ്പൊ UAE വരെ ഹമാസിനെ ഫണ്ട് ചെയ്യുന്നവർ നിരോധിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഗവൺമെന്റ്. പക്ഷെ ഇവിടെ നമ്മൾ കേരളത്തിൽ ഹമാസിനെ തലയിൽ വെച്ച് നടക്കുകയാണ്. കേരളത്തിലെ മാത്രമുള്ള സിദ്ധാന്തമാണ്. ഇന്ന് മുംബൈ കോടതി പറഞ്ഞിട്ടുണ്ട് CPM-നോട് പ്രത്യേകം പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് പണ്ഡിറ്റുകളെ, കാശ്മീരിൽ നിന്ന് പണ്ഡിറ്റുകൾ ഓടി വന്നിട്ട് ഡൽഹിയിലെ തിരുവോണങ്ങളിൽ നിന്നും കഴിയുന്നുണ്ട്. അതിനെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ പാകിസ്ഥാൻ, ഇന്ത്യ വിഭജിച്ചപ്പോൾ അവിടെയുള്ള ന്യൂനപക്ഷ ഇപ്പൊ എത്രയുണ്ട് ഹിന്ദുക്കള്? വിരലിൽ എണ്ണാവുന്ന സംഖ്യയാണ്, 1-2% അവരെ പറ്റി ഇവർക്ക് ആശങ്കയില്ല. ബംഗ്ലാദേശിലും അതേ സ്ഥിതിയാണ്, ഹിന്ദുക്കളും ക്രിസ്ത്യൻസും. ഇപ്പൊ സിറിയ പണ്ട് ക്രിസ്ത്യൻ രാജ്യമായിരുന്നു, ഇപ്പൊ മുസ്ലിം രാജ്യമായി മാറി. എന്തുകൊണ്ടാണ്?
അല്ല നമ്മളിതിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ കേരളം വേറൊരു സ്റ്റേറ്റ് ആണ്. കേരള കാശ്മീർ കഴിഞ്ഞ് വളരെ അപകടമായ സ്ഥിതിയാണ്. അതിന് വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടാണ് CPM ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നമുക്ക് മനസ്സിലാക്കണം, ലോജിക്കാണ്. അല്ല പക്ഷേ അല്ല ഷമിത്തിന്റെ ആർഗ്യുമെന്റ് സ്വാഭാവികമായി ഉള്ളൊരു ആർഗ്യുമെന്റ് ആണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്കിവിടെ ഈ കുട്ടികൾ ഇങ്ങനെ പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യം കാണുമ്പോൾ അതിനൊരു പരിഹാരം വേണം എന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നു. നേരത്തെ ഒരു സമ്മേളനത്തിന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒപ്പുവെച്ചതാണ് ഐക്യരാഷ്ട്രസഭയുടേത്. തിങ്കളാഴ്ച ഒരു യോഗം ചേരുകയാണ്. ഡൽഹിയിലുണ്ട്. അതിന് താഴെ പണ്ഡിറ്റുകൾ എത്ര കാലമായി താമസിക്കുന്നത് തെരുവോരങ്ങളിൽ. അവർക്ക് വീട് വേണ്ടേ? അവരുടെ സ്വന്തം സ്ഥലമായ കാശ്മീരിൽ ഇപ്പോൾ മോഡി അതൊന്നും ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യം ഈ നീക്കം നടത്തുകയാണ്. അതായത് ഈ ഒരു സമാധാന ദൗത്യത്തിന്റെ ഭാഗമാവുകയാണ്. നമ്മുടെ രാജ്യം ഈ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയോടൊപ്പം ചേർന്ന് 122 നമുക്ക് ഒരിക്കലും ഇസ്രയേലിനെ തള്ളിക്കളയാൻ പറ്റില്ല. ഇന്ത്യയുടെ കൂടെ, ഭാരതത്തിന്റെ കൂടെ എല്ലാ കാര്യങ്ങളും നിൽക്കുന്നതാണ്. ഭാരതം പല കാര്യങ്ങളിലും നമ്മളെ അതിർത്തി പ്രശ്നങ്ങൾ പോലും സാറ്റലൈറ്റും എല്ലാവിധ സഹായം തരുന്നതാണ് ഇസ്രയേൽ. ഇസ്രയേലിനും നമുക്കും ഒരേ പ്രശ്നമാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ പലരെയും പ്രലോഭിപ്പിക്കേണ്ടി വരും. അത് ക്ഷമിത്ത് ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ നിലപാടാണല്ലോ പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് ഇതിൽ വളരെ കൃത്യമാണല്ലോ. ഇതാണ്. അതെ, രണ്ടിലും നമ്മൾ ചെയ്യണം. അവിടെ പാവപ്പെട്ട എന്താ അവിടുത്തെ കാര്യങ്ങൾ. നിങ്ങളിപ്പോ ഒരു ചോദ്യം ചോദിച്ചല്ലോ, അവിടെ പട്ടിണിയുണ്ട്. ആ പട്ടിണിയുടെ മറവിൽ ഹമാസ് ചെയ്യുന്ന ഇതാണ്. അത് സ്ത്രീകളെയും കുട്ടികളെയും മുന്നിൽ ഇറക്കിക്കൊണ്ട് ഹമാസ് അവിടുന്ന് കളിക്കുന്നത്. ഹമാസിന്റെ ഇതാണ് അവർക്ക് കിട്ടുന്നത്. അവരെ വെച്ചിട്ടാണ് അവർ പൈസ വാങ്ങിക്കുന്നത്. GCC രാജ്യങ്ങളിൽ നിന്ന് പൈസ ഫണ്ട് കളക്ട് ചെയ്യുന്നത് എന്താണ്? ഹലോ, കേൾക്കുന്നുണ്ടോ? നമ്മുടെ ഇവിടെ ഞാൻ ഇപ്പൊ അതിനൊരു ഉദാഹരണം പറയാം. നമ്മുടെ നാദാപുരത്ത് ഒരു കലാപം ഉണ്ടായിരുന്നു. അതിന് SDPI കോടികളാണ് GCC നിന്ന് ഈ ഫോട്ടോ കാണിച്ച് പൈസ വാങ്ങിയത്. ഇവിടെ CPM SDPI കലാപമാണ്. അതിന് കോടികളുടെ ഫണ്ടാണ് കളക്ട് ചെയ്തത് അവര്. അതേ സംഭവം SDPI ഇവിടെ ചെയ്ത അതേ സംഭവമാണ് അവിടെ ഹമാസ് ചെയ്യുന്നത്. ഹമാസിനെ കുറ്റപ്പെടുത്താൻ ഇവിടെ ചങ്ക് നട്ടലുള്ള ഒരു ദേശീയവാദി ആരാളുള്ളത്? ഇവിടെ CPM-ലുണ്ടോ കോൺഗ്രസിലുണ്ടോ? ഹമാസ് എന്ന തീവ്രവാദി സംഘടന തള്ളിപ്പറയണം. ഇപ്പൊ കേരളത്തിൽ തലയിൽ വെച്ച് കിടന്നു. UDF-ഉം LDF-ഉം ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അറിയോ നിങ്ങള്? കേരളത്തിലാണ്. നിങ്ങൾ BJP-നെ പിന്തുണക്കണ്ട. പക്ഷേ ദേശീയവാദം നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ഇതാകൂ, രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കൂ. അല്ല, ഞാൻ BJP-യെയോ കോൺഗ്രസിനെയോ CPM-നെയോ പിന്തുണയ്ക്കുന്നില്ല. എന്റെ എല്ലാ വിഷയത്തിലും അന്താരാഷ്ട്ര നിലപാട് നമ്മുടെ രാജ്യം എടുക്കുന്ന നിലപാടാണ്. ഇതിൽ വളരെ കൃത്യമായി ഇന്ത്യക്ക് ഒരു നിലപാടുണ്ട്. ആ നിലപാട് ദുരാഷ്ട്രമാണ്. രണ്ട് രാജ്യങ്ങളായി ദുരാഷ്ട്രമാണ്. നമ്മൾ ആരെയും ദ്രോഹിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇങ്ങോട്ട് ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ അവനെ ഇപ്പൊ മോഡി ചെയ്യുന്നത് പോലെ തീവ്രവാദത്തിന്റെ കേന്ദ്രത്തിൽ പോയി തച്ച് തകർക്കണം. അവരുടെ സിദ്ധാന്തമാണ് മറ്റുള്ളവരെ തകർക്കുക എന്നുള്ളത്. അതിനെ മുളയിലെ നുള്ളിക്കളയണം. പക്ഷെ നമ്മുടെ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലൊരു ചെറിയ സംഘർഷം ഉണ്ടായി. അത് വളരെ കൃത്യമായിരുന്നു. നമ്മൾ പൗരന്മാർക്ക് നേരെ ആക്രമണമില്ല. പഴയ പോലെയല്ല, ഇപ്പൊ നല്ല തിരിച്ചടിക്കുന്നുണ്ട്. തിരിച്ചടി എന്ന് പറയുമ്പോൾ തീവ്രവാദ കേന്ദ്രങ്ങളിൽ ആക്രമിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ആക്രമിക്കുന്ന സൈനിക കേന്ദ്രങ്ങളിലേക്ക് മാത്രമേ ഇന്ത്യ തിരിച്ചടിക്കുന്നുള്ളൂ. അവിടുത്തെ സാധാരണക്കാരായ പൗരന്മാർക്ക് നേരെ ആക്രമണമില്ല. കുട്ടികളോ സ്ത്രീകളോ ഏതെങ്കിലും തരത്തിൽ ഇതുപോലെ പട്ടിണി അനുഭവിക്കുന്ന സാഹചര്യം വരുത്തുന്നില്ല. മിലിറ്ററി ഇൻസ്റ്റലേഷൻസിലേക്ക് തിരിച്ചടിക്കുന്നു, സൈനിക കേന്ദ്രങ്ങളിലേക്ക് തിരിച്ചടിക്കുന്നു, തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളിലേക്ക് തിരിച്ചടിക്കുന്നു. അങ്ങനെ ഇന്ത്യക്ക് വളരെ കൃത്യമായ തിരിച്ചടി പദ്ധതിയുണ്ട്. ഇന്ത്യ തുടക്കത്തിൽ തന്നെ പറയുന്നത് നോൺ എസ്കലേറ്ററിയാണ്. ഇത് മുന്നോട്ട് അധികം കൊണ്ടുപോകാൻ താങ്കൾ ആഗ്രഹിക്കുന്നില്ല. ഇത് ഇങ്ങോട്ട് ആക്രമിച്ചതിൻ്റെ കൃത്യമായ മറുപടിയാണ്. ഇത് അതിനപ്പുറത്തേക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് 21 മാസമായി. പക്ഷേ അങ്ങ് പറഞ്ഞത് ശരിയായിരിക്കാം. ഈ കുട്ടികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ ബാക്കിൽ പണപ്പിരിവുണ്ടാകും, അവിടെ എത്തുന്ന ഭക്ഷണ സാധനങ്ങൾ തട്ടിയെടുക്കുന്നതായി ഇസ്രായേൽ ആരോപിക്കുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആത്യന്തികമായി അവിടെ കുട്ടികൾ മരിക്കുന്നു എന്നത് മാത്രമാണ് കാര്യങ്ങൾ നടക്കും. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും കൃത്യം. ഓക്കെ, സുനിൽ എന്നോടൊപ്പം ചേരുന്ന ആറ്റിങ്ങലിൽ നിന്നാണ്. സുനിൽ. ഹലോ. പറയട്ടോ? യെസ്. അതായത് ഹമാസിലെ കാര്യമല്ലേ പറയുന്നത്? അല്ലേ? അതെ. ഗസയിലെ കാര്യം നമ്മളിവിടെ ഇന്ത്യ രാജ്യത്തിന്റെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കണം. നിങ്ങൾക്ക് വേറെ ഒരു ചർച്ചയില്ലേ? അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടാണെന്നാണോ താങ്കളുടെ? യോഗത്തിൽ നിന്ന് ഇന്ത്യ പങ്കെടുക്കാൻ പോയില്ലല്ലോ. നിങ്ങൾ ഈ ചുമ്മാ ചാനലറിഞ്ഞ അങ്ങക്ക് ഇതെന്താന്ന് വെച്ചാൽ ഒരു വിവരവും ഇല്ലാതെ കയറി ഫോൺ ചെയ്ത് എന്തെങ്കിലും വിളിച്ചു പറയാം. 123 അല്ല, കേൾക്കും അറിയാത്ത കാര്യങ്ങൾ കേൾക്കും. ഇതാണ് നിങ്ങൾക്ക് ഇത് അറിയാത്തത്. നിങ്ങൾ ശുദ്ധ മണ്ടത്തരം വിളിച്ചു പറയുന്നതിന്റെ കാരണം ഒരാൾ പറയുന്നത് കേൾക്കാനുള്ള സാമാന്യമായ യുക്തി ഇല്ലാത്തത് കൊണ്ടാണ്. തിങ്കളാഴ്ച നടക്കുന്ന 123 രാജ്യങ്ങളുടെ യോഗത്തിന് ഇന്ത്യ ഒപ്പിട്ടതാണ്. കഴിഞ്ഞ വർഷം ഇതിന് ഈ പ്രശ്നപരിഹാരത്തിന് ഒരു യോഗം വേണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യ മുന്നോട്ട് വന്നതാണ്. ഇവിടെ ഏത് യുദ്ധം നടക്കുമ്പോഴും സമാധാനപരമായ പ്രശ്നം പരിഹരിക്കണമെന്ന് ഇറാനിൽ വന്നപ്പോഴും ഇന്ത്യ ആവശ്യപ്പെട്ടതാണ്.
അപ്പം നമ്മുടെ രാജ്യത്തെ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ടാണോ ഇന്ത്യ മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിൽ പോയി ഇടപെടുന്നത്? മറ്റു രാജ്യങ്ങളിൽ ഇത് അങ്ങയോട് ആരും ഈ മട്ടത്തരമൊക്കെ പറഞ്ഞു തന്നെന്ന് എനിക്കറിയാൻ പറ്റും. അങ്ങക്ക് ഇത് ഏത് സ്കൂളിൽ നിന്നാണ് അങ്ങ് ഇത് പഠിക്കുന്നത്? ആ സ്കൂളിന്റെ താക്കോല് പൂട്ടി ഏതെങ്കിലും ആറ്റിൽ കൊണ്ട് കളയേണ്ട സമയം അതിക്രമിച്ചു എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ അങ്ങക്ക് ഇത്രമാത്രം വർഗീയമായി ചിന്തിക്കുന്നതിന്റെ ഭാഗമായാണോ ഇങ്ങനെ ചിന്തിക്കുന്നത് എനിക്കറിയില്ല. ലോക സാഹോദര്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഹിന്ദുത്വ വിശ്വമാര്യം എന്ന വലിയ മുദ്രാവാക്യം ഉയർത്തിയ ഒരു രാജ്യമാണ് ഇന്ത്യ. ലോകം മുഴുവൻ ശ്രേഷ്ഠമാകട്ടെ എന്നാണ്. ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടല്ല നമ്മൾ ലോകത്തെ പല രാജ്യങ്ങളെ സഹായിച്ചത്. പലയിടങ്ങളിലും ആക്രമണം ഉണ്ടായപ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇവിടുത്തെ പ്രശ്നം തീർന്നിട്ടാണോ നമ്മൾ പോയി സഹായിച്ചത്? കോവിഡ് കാലത്ത് എത്രയധികം മരുന്നുകൾ ഈ രാജ്യത്ത് പുറത്തേക്ക് പോയി. ഭൂകമ്പം ഉണ്ടായപ്പോൾ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് സഹായം പോയി. ഇവിടുത്തെ മുഴുവൻ പ്രശ്നവും പരിഹരിച്ചിട്ടാണോ? ഇവിടുത്തെ മുഴുവൻ ദാരിദ്ര്യവും തീർത്തിട്ടാണോ? ലോകത്തിന് എവിടെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു അവിടെയുള്ള മനുഷ്യരെ രക്ഷിക്കാൻ ഇന്ത്യ എടുത്ത നീക്കം ഇവിടുത്തെ മുഴുവൻ പ്രശ്നങ്ങൾ തീർന്നിട്ടാണോ? എന്തെങ്കിലും വിളിച്ചു പറയുകയാണ്. ഇതൊന്നും ചർച്ച ചെയ്യണ്ട, ഇതൊന്നും ആരും കാണണ്ട, ഞങ്ങൾ കുറെ കാര്യങ്ങൾ അങ്ങ് തീരുമാനിച്ചു തരാം, അതങ്ങ് ചർച്ച ചെയ്താൽ മതി എന്ന് അങ്ങ് പറഞ്ഞാൽ അതൊക്കെ കേട്ടുകൂടെ ഇരിക്കാൻ ഇവിടെ ആരെങ്കിലും ജോലിക്കാരാണോ? മനസ്സിലായില്ലേ? ഭാരതീയ സംസ്കാരം ഒന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. ഭാരതീയ സംസ്കാരം ഞാനും ഈ നാട്ടിൽ അങ്ങേ പോലെ ജനിച്ച ഒരാളാണ്. എന്നേക്കാൾ കൂടുതൽ ദേശഭക്തിയൊന്നും അങ്ങ് ഇതുവരെ തെളിയിച്ചിട്ടില്ല. ഞങ്ങൾ ആരെയും കൊല്ലാൻ നോക്കുന്നില്ല. കൊല്ലാൻ നോക്കുന്നത് കൊന്നവരും ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാനിപ്പോ അങ്ങയോട് ചോദിച്ച ചോദ്യത്തിന് ഞങ്ങൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ? ഞങ്ങൾ സംസാരിക്കേണ്ടത് എന്തെന്ന് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട. പത്രപ്രവർത്തനം എങ്ങനെ നടത്തണമെന്ന് പഠിക്കാനും പഠിപ്പിക്കാനുമായി ഞങ്ങൾക്ക് മുന്നിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അവർ ഈ ദേശ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ട തീച്ചൂളയിൽ നിന്നാണ് ഇവിടെ പത്രപ്രവർത്തനം ഉണ്ടായത്. അങ്ങനെയാണ് പല പത്രാധിപന്മാരും ഇവിടെ ഉണ്ടായത്. ഇംഗ്ലീഷുകാർ പിടിച്ച് പത്രത്തിന്റെ അച്ചും ഇതുപോലെ അടിച്ചോടിച്ചപ്പോഴും ഒക്കെ ഉയർന്നു നിന്ന് വീണ്ടും കരുത്തോടെ സംസാരിച്ചവരാണ് മാധ്യമപ്രവർത്തകർ. അതിന്റെ ഓർമ്മ പങ്കിടാൻ ഞങ്ങൾക്ക് സ്വദേശാഭിമാനം തൊട്ട് ഒരു നീണ്ട നിരയുടെ പത്രപ്രവർത്തകർ കിടക്കുന്നു. അടിയന്തരാവസ്ഥക്കെതിരെ എത്ര പേർ ഞങ്ങൾ ജയിലിൽ പോയി. അങ്ങനെയൊക്കെ കെട്ടിപ്പടുത്തിയ ഒരു മഹത്തായ സംസ്കാരവും പാരമ്പര്യവും പത്രപ്രവർത്തകർക്കുണ്ട്. എന്നാൽ അങ്ങിൽ നിന്ന് അത് പഠിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. മാത്രമല്ല അങ്ങിങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ഇവിടുത്തെ എന്തോ കാര്യം ഈ ചർച്ച ചെയ്യാതെ ഇവിടെ എന്തോ അങ്ങ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്യാനൊന്നും കാര്യമില്ല. എന്റെ തീരുമാനം എന്റെ രാജ്യത്തിന്റെ കൂടെ തീരുമാനമാണ്. അതാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. അത് അങ്ങൊരു പുതിയൊരു സിദ്ധാന്തം കൊണ്ടുവരികയാണ്. രാജ്യത്തിന്റെ തീരുമാനം ഇതാണ്. ഇന്ത്യ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിവിടെ എടുത്ത് ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഈ ഭാരതത്തിൽ എത്ര പേര് പട്ടിണിയായിട്ട് കിടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഭാരതത്തിൽ എത്ര പേര് പട്ടിണി കിടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഭാരതത്തിൽ എത്ര പേര് പട്ടിണി കിടക്കുന്നത് കണ്ടില്ലേ? അതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾ അങ്ങോട്ട് പറയുന്നത് കേട്ടാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവൂ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേട്ടാലല്ലേ മനസ്സിലാകൂ. ഇന്ത്യയിൽ നിങ്ങൾ കേൾക്കുന്നേ ഒരു കാര്യം കേൾക്കാതെ ഇങ്ങനെ ടേപ്പ് റെക്കോർഡർ പോലെ സംസാരിച്ച് പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് ആളുകൾ കേൾക്കണ്ടേ? അങ്ങോട്ട് ഞാൻ ചോദിക്കുന്നത്, ഈ നാട് എത്ര പേരെ സഹായിച്ചിട്ടുണ്ട്? മുഴുവൻ പട്ടിണി മാറിയിട്ടാണോ പുറത്തേക്കുള്ള ആളുകളെ നമ്മൾ സഹായിച്ചത്? ഈ നാളിത്രയും സഹായിച്ചത് ഇവിടുത്തെ മുഴുവൻ പട്ടിണി മാറിയിട്ടാണോ? ഇവിടുന്ന് കോവിഡ് മരുന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് കൊടുത്തത്, മംഗോളിയക്ക് പണം കൊടുത്തത്, ഇപ്പൊ സാമ്പത്തിക സഹായം മാലിദ്വീപിന് കൊടുക്കാൻ പോകുന്ന ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടാണോ? ഇത് ഇവിടുത്തെ മുഴുവൻ ഞാൻ ചോദിച്ചതിന് മറുപടി പറ. എന്താണ് അതിനൊരു മറുപടി ഇല്ലാത്തത്? ചോദിച്ചതിന് മറുപടി പറ. ഇവിടുത്തെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടാണോ ലോകത്തെ മറ്റു രാജ്യങ്ങളെ ഇന്ത്യ സഹായിച്ചത്? അല്ല, ആ ചോദ്യത്തിന് മറുപടി പറ. എന്താ ഇല്ലേ? മറുപടി ഇല്ല. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. എനിക്ക് മറുപടി ഇല്ല എന്ന് പറയൂ. ഇവിടുത്തെ മുഴുവൻ പ്രശ്നങ്ങളും തീർന്നിട്ടാണോ ഇന്ത്യ ലോകത്തെ മറ്റു രാജ്യങ്ങളെ സഹായിച്ചത്? ആണോ? പ്രശ്നങ്ങൾ ഒരിക്കലും തീരില്ല മനുഷ്യന്റെ. അതല്ല ഈ പറഞ്ഞത്. അപ്പൊ പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ട് മറ്റു പ്രശ്നങ്ങൾ ചർച്ച ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഈ തിങ്കളാഴ്ചത്തെ ഈ യോഗത്തിൽ ഇന്ത്യ പ്രതിനിധി അയക്കില്ലേ? അയക്കില്ലേ? ചോദിച്ചതിന് മറുപടി പറയുന്നത് നിങ്ങൾ ഈ ചോദിച്ചതിന് മറുപടി പറയാതെ എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കുകയാണ്. 123 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ തിങ്കളാഴ്ച ഇന്ത്യയിലെ പ്രതിനിധി പങ്കെടുക്കില്ലേ? പങ്കെടുക്കുമോ ഇല്ലയോ? അങ്ങ് പറയുന്നേ അങ്ങ് ഇത് പറയാനുള്ളൊരു തട്ടമില്ലാത്ത എന്താ? പങ്കെടുക്കുമോ ഇല്ലയോ? പങ്കെടുക്കുമോ ഇല്ലയോ? പങ്കെടുക്കണം. അപ്പൊ അത് ഇന്ത്യക്ക് സാമ്പത്തിക പ്രയാസമൊക്കെ തീർന്നിട്ടാണോ ഒരാളെ പൈസ കൊടുത്ത് ഈ ചർച്ച യോഗത്തിന് വിടുന്നത്? എന്നല്ല ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് പോയിട്ട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു നിലപാടുണ്ട്. ആ നിലപാടാണ് ഈ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ടത്. അങ്ങും അതാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. അങ്ങനെ പുതിയൊരു തന്ത്രം കൊണ്ടുവരാൻ ഇതൊന്നും ചർച്ച ചെയ്യണ്ട, ഇതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ നിലപാടിൽ ഞങ്ങൾ തള്ളിപ്പറയണോ? ഞങ്ങൾ ഈ രാജ്യത്തിന്റെ നിലപാടിൽ തള്ളിപ്പറയണോ? അതാണ് എന്റെ ചോദ്യം. താങ്കൾ അതിന് മറുപടി പറയൂ. ഈ രാജ്യത്തിന് ഒരു അംഗീകൃത തെരഞ്ഞെടുത്ത സർക്കാർ എടുക്കുന്ന നയത്തെ ഞങ്ങൾ തള്ളിപ്പറയണോ?
പറയണോ? തള്ളി പറയണ്ട. ഈ അന്താരാഷ്ട്ര കാര്യങ്ങളിൽ രാജ്യത്തിന്റെ നിലപാടായിരിക്കണം പൊതു പൗരന്റെ നിലപാട്. അത് ഒരു പ്രത്യേകിച്ച് ഇത്തരം ഒരു സർക്കാർ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത ഒരു സർക്കാർ എടുക്കുന്ന നയമായിരിക്കണം നമ്മുടെ നയം. അല്ലാതെ അങ്ങ് പുതിയൊരു നയം ഉണ്ടാക്കിയിട്ട് ഇത് രാജ്യത്തിന് നയമാക്കണം എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചാൽ അത് അംഗീകരിച്ച് കിട്ടാൻ പ്രയാസമാണ്. അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെയാണെന്ന് പറഞ്ഞത്. അങ്ങനെ ചോദിച്ചത് ഇവിടുത്തെ പ്രശ്നം തീർന്നിട്ട് മറ്റു രാജ്യങ്ങളുടെ പ്രശ്നം ഇടപെട്ടാൽ മതി. ഇവിടുത്തെ അപ്പൊ ഞാൻ അതാണ് മറുപടി ചോദിച്ചത്. ഇവിടുത്തെ പ്രശ്നം തീർന്നിട്ടാണോ മറ്റു രാജ്യങ്ങളുടെ പ്രശ്നത്തിൽ ഇന്ത്യ ഇടപെട്ടിട്ടുള്ളത്? ഇന്ത്യ ഇപ്പൊ ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി മാലിയിലെത്തി. അവിടെ എത്ര രൂപയുടെ സാമ്പത്തിക സഹായമാണ് കൊടുക്കാൻ പോകുന്നത്? എന്താണ് കാര്യം? ഇവിടുത്തെ പ്രശ്നം തീർന്നിട്ടാണോ? മംഗോളിയയിൽ പോയി പ്രധാനമന്ത്രി എത്ര സാമ്പത്തിക സഹായമാണ് രാജ്യത്തിന് കൊടുത്തത്? തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ എത്ര കോടി രൂപയുടെ സാമ്പത്തിക സഹായമാണ് കൊടുത്തത്? പാകിസ്ഥാനിൽ പ്രശ്നമുണ്ടായപ്പോൾ ഈ രാജ്യത്ത് നിന്ന് സാമ്പത്തിക സഹായം നൽകാൻ നമ്മൾ തയ്യാറായില്ലേ? ഇതേ പാകിസ്ഥാനിൽ മാലി എങ്ങനെയാണ് നിന്നത് പറയ്. ഒരു 5-6 മാസം മുമ്പ് മാലി എങ്ങനെയായിരുന്നു അവരുടെ സമീപനം? അതാണ് ഞാൻ ചോദിക്കുന്നത്. മാലിയുടെ സമീപനം മാറ്റാനാണ് ഇന്ത്യ പ്രയത്നിക്കുന്നത്. എങ്ങനെയായിരുന്നു? ഇന്ത്യയുടെ സഹായം കൊണ്ട് ജീവിച്ചതാണ് മാലി. ആ നന്ദികളാണ് മാലി കാണിച്ചത്. അതൊക്കെ ആയിരിക്കാന്നേ. പക്ഷെ നമ്മൾ അത് പരിഹരിക്കാനല്ലേ ശ്രമിക്കുന്നത്? പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ നന്ദികേട് കാണിച്ചാലേ പണ്ട് കാണിച്ചു. ടർക്കി നന്ദികേട് കാണിച്ചു. ഇന്ത്യ സാമ്പത്തിക സഹായം കൊടുത്ത് അവിടെ ഭൂകമ്പം ഉണ്ടായപ്പോൾ ആ ടർക്കി ഇപ്പൊ ഇന്ത്യക്കെതിരെ നിലപാടെടുത്തു. പക്ഷെ നമ്മൾ അത് നോക്കിയിട്ടാണോ സഹായം കൊടുക്കുന്നത്? നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ഇവർ നമ്മളെ നന്ദിയോടെ സ്മരിക്കും എന്നോർത്തിട്ടല്ല. ഒരു ഈ ഇന്ത്യ എന്ന രാജ്യം മറ്റൊരു രാജ്യത്തിന് സഹായം കൊടുക്കുന്നത് എങ്ങനെയാണ്? അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ഒരു ഉത്തരവാദിത്തപ്പെട്ട ലോകരാജ്യമെന്ന നിലയിൽ നമ്മുടെ കർത്തവ്യം നിർവഹിക്കുകയാണ്. ഇതൊക്കെയാണ് ഈ രാജ്യത്തിന് നിലപാട്. അങ്ങ് ഇതറിയാതെ എന്തെങ്കിലും വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ ഹെഡിങ് കണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ്, അറിയാതെ ഒന്നും അല്ല പറഞ്ഞത്. അങ്ങ് പറഞ്ഞതിൽ ഇപ്പൊ അങ്ങക്ക് ബോധ്യപ്പെട്ടല്ലോ ഈ രാജ്യം എത്രയോ ആളുകളെ സഹായിക്കുന്നു. നമ്മുടെ പ്രശ്നം തീർന്നിട്ടല്ല. നമ്മുടെ മുഴുവൻ പ്രശ്നം തീർന്നിട്ടല്ല. ഇവിടെ ഇനിയും വൈദ്യുതി എത്താത്ത വീടുകളുണ്ട്. ഇവിടെ ഇനിയും സ്കൂളിൽ പോകാത്ത കുട്ടികളുണ്ട്. ഇവിടെ ഇനിയും തീവ്രവാദത്തിന് ഇരയാകുന്ന മനുഷ്യരുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ രാജ്യത്ത് ചെയ്യാനുണ്ട്. ഒരുപാട് വികസന പ്രവർത്തനങ്ങളിലേക്ക് വരാനുണ്ട്. 2047 ഇന്ത്യ ഒരു വികസിത രാജ്യമാകാനുള്ള വലിയ കുതിച്ചുചാട്ടത്തിലാണ് നമ്മൾ. പക്ഷേ ലോകരാജ്യത്ത് പട്ടിണി കിടക്കുന്നവനോട്, വേദന അനുഭവിക്കുന്നവനോട്, ഇതുപോലെ അപകടങ്ങളിൽ ചെന്ന് കുരുങ്ങിയ രാജ്യത്തോടുള്ള ഉത്തരവാദിത്വം ഒരു ഘട്ടത്തിലും മറക്കാത്ത രാജ്യമാണ്. അത് ഇവിടെ സർക്കാർ ഏതോ ആയിക്കോട്ടെ, നരേന്ദ്രമോദി സർക്കാർ ആയിക്കോട്ടെ, അതോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സർക്കാർ ആയിക്കോട്ടെ, അത്രയും കാലം തൊട്ട് ഇത്രയും കാലം വരെ ഇന്ത്യ എല്ലാ ഘട്ടത്തിലും ഒരു മനുഷ്യത്വപരമായ ഇടപെടലാണ് ലോകത്ത് നടത്തിയിട്ടുള്ളത്. ഇങ്ങോട്ട് ആക്രമിക്കപ്പെട്ടപ്പോഴൊക്കെ നമ്മൾ മനുഷ്യത്വപരമായ നീതിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. നമ്മുടെ ഭൂപ്രദേശം കൈവശപ്പെടുത്തിയിട്ടുള്ള രാജ്യങ്ങളുണ്ടെന്നല്ലാതെ ഇന്ത്യ ഇന്ന് വരെ ഒരു അധിനിവേശ രാജ്യമായി മാറിയിട്ടില്ല. അങ്ങനെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉദാത്തമായ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഇന്ത്യയിലെ പൗരനായ അങ്ങ് ഒരു ഉദാത്തമായ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം എൻ്റെ വീടും അതിൻ്റെ പരിസരത്തുള്ള കാര്യങ്ങൾ മതി എന്ന സങ്കുചിതമായ ചിന്ത അങ്ങക്ക് എവിടെ നിന്നാണ് വന്നത്? അതെങ്ങനെയാണ് ഭാരതീയം എന്ന് അങ്ങ് വിശേഷിപ്പിക്കുന്നത്? അതെങ്ങനെയാണ് ഈ നാടിൻ്റെ പൈതൃകവുമായി അങ്ങ് കൂട്ടിയോജിപ്പിക്കുന്നത്? അതെങ്ങനെയാണ് ഇതിൻ്റെ സംസ്കാരമാണെന്ന് അങ്ങ് അടിവരയിട്ട് പറയുന്നത്? ഇതല്ല ആ നാടിൻ്റെ സംസ്കാരം. ഈ നാടിൻ്റെ സംസ്കാരം ഉന്നതിയിലേക്ക് നീങ്ങണമെന്നാണ്. ലോകം മുഴുവൻ ഉന്നതിയിലേക്ക് നീങ്ങണമെന്നാണ്. അതിൽ ഏത് ആളുകൾക്ക് വേണ്ടിയും ത്യാഗനിർഭരമായ പ്രവൃത്തി ചെയ്യാനാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും നിലപാടാകേണ്ടത്. ഇത് അങ്ങ് പറഞ്ഞത് ഏതോ ഒരു മതരാഷ്ട്ര സിദ്ധാന്തം ഉയർത്തുന്ന ഏതോ പ്രദേശത്തിന്റെ ചില തത്വചിന്തകൾ ഇവിടേക്ക് കൊണ്ടുവന്ന് പറിച്ചു നടാൻ നോക്കുന്നതിന്റെ ഭാഗമായാണ് എനിക്ക് തോന്നിയത്. ഇന്ത്യക്കാരൻ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ചിന്തിക്കുകയുമില്ല. ഓക്കെ, ശരി. ഡേവിഡ് വിജയ് എന്നൊരു പ്രേക്ഷകൻ പള്ളുരുത്തിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ഡേവിഡ് വിജയ്, നിങ്ങളുടെ ആരോഗ്യം വിലപ്പെട്ട സമയവും എന്തിനാ നിങ്ങൾ ഒന്നാമത് അസുഖന്മാർ എണീറ്റിട്ടേ ഉള്ളൂ. ഞാൻ കുറേനായിട്ട് പണ്ട് വയലാർ എഴുതിയ ഒരു കവിതയുണ്ട്, മാനിഷാദ ചിത്രത്തില്. ഒരു പുഷ്പം അറേബ്യയിൽ വിടർന്ന ഒരു പുഷ്പം ഇസ്രായേലിൽ കൊഴിഞ്ഞാൽ ഞങ്ങളിലും വിടരുന്നു കൊഴിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയ ഒരു പണ്ടത്തെ കാലത്ത് എന്ത് ദാർശനികനായി എഴുതിയത്. അപ്പൊ അത് അറിയാത്ത ആരെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞാൽ താങ്കൾ ഇങ്ങനെ കത്തി സ്വന്തം ആരോഗ്യവും സമയവും. ചിലപ്പോൾ ഡേവിഡ് വിജയ്, ഇപ്പൊ ഞാൻ അങ്ങയുമായി എന്നും സംസാരിക്കുന്നത് മിക്കവാറും ആഴ്ചയിൽ ഒരു ദിവസം എനിക്ക് പറ്റിയതിന് പരാതിയൊന്നുമില്ല. ഞാനും കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. താങ്കൾ സൂക്ഷിക്കുക. മറ്റേ നിങ്ങൾക്ക് മുമ്പ് വേറൊരാൾ വരാറുണ്ടെന്ന് കിരൺബാ, അങ്ങോട്ടാണ് ഈ സംസാരിച്ചിരുന്നെങ്കിൽ. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് താങ്കൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇതാകണ്ട. കാരണം അങ്ങനത്തെ വ്യക്തികളുണ്ട്, അവരൊന്നും മാറ്റാനൊന്നും പറ്റൊന്നുമില്ല. ഈ ചങ്ങായി പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ടർക്കിയില് ഉഗ്രം ഭൂകമ്പം ഉണ്ടായി. അന്ന് ഭയങ്കരമായിട്ട് അന്ന് ഇന്ത്യ സഹായിച്ചിട്ടുണ്ടോ? ഗ്ലോബൽ പവറല്ലേ ഇന്ത്യ. അപ്പൊ ഒന്നിനും ഇടപെടാതിരിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഞാൻ ഈ പർട്ടിക്കുലർ വിഷയം കാണുമ്പോൾ ഞാനും ഒരു അപ്പൂപ്പനാണ്. എനിക്ക് 6-7 വയസ്സുള്ള കുട്ടിയുണ്ട്.
ആ കൊച്ചുങ്ങളുടെ സഫറിങ് കാണുമ്പോൾ താങ്കൾ പറയുന്ന കൂട്ടി ഈ ലോകത്തിലുള്ള ആർക്കായാലും ഒരു സീറ്റ് വരും. അതാരാണ്, ഹമാസാണോ ഉത്തരവാദി എന്നുള്ളത്, മറ്റവരാണോ എന്നുള്ളത് അത് വേറെ വിഷയം. പക്ഷെ അത് മനുഷ്യമായൊരു പരിഗണന എവിടെ നിന്നാലും നമുക്കത് വരും. ഹമാസ് അവരെ ഹ്യൂമൻ ഷീൽഡ് ആയിരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവൻ ഇന്ത്യ അങ്ങനെയാണ് ഇന്ത്യയുടെ നിലപാട്. ഞാൻ 83 തോന്നുന്നു ടി വി അധികം പോപ്പുലർ അല്ലാത്ത സമയത്ത് ഞാൻ 86 രാജീവ് ഗാന്ധി നോളൻ എന്നെ ഞാൻ എന്ന് പറഞ്ഞൊരു മോമെന്റിന്റെ അന്ന് യാസർ അറാഫത്ത് അവിടെ വന്നപ്പം അന്ന് അദ്ദേഹത്തിന്റെ ചിന്താഗതിയുണ്ട്. രാജീവ് ഗാന്ധി പറഞ്ഞു പാലസ്തീനിയൻ വിൽ ഹാവ് ദെയർ ഓൺ ഹോംലാൻഡ്. നമ്മൾ അന്ന് യാസർ അറാഫത്ത് തിരിച്ചു കഴിക്കുന്നുണ്ട്. അതൊക്കെ പറയും. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ കാശ്മീരിൽ കയറി സപ്പോർട്ട് ചെയ്യും. അതും അവരുടെ പാലസ്തീന്റെ പോലുള്ള അവകാശം അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ പല പ്രശ്നങ്ങളുണ്ട്. താങ്കൾക്ക് സമയം ഇത്രയുള്ള സ്ഥിതിക്ക് ഞാൻ പറയാം. എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, നമ്മുടെ വളരെ ഹോളിലാൻഡിലൊക്കെ വിസ്തീരിട്ടുള്ള വളരെ റിലീജിയസ് ആയിട്ടുള്ള മനുഷ്യനാണ്, CD ഫാസ്റ്റിംഗ് എന്ന് പറയും. അദ്ദേഹത്തെ ഇല്ല ഞങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് പഠിച്ച് എല്ലാം വലിയ വലിയ ആൾക്കാർ വന്ന് ഡയറക്ടേഴ്സിന്റെ ബാങ്ക് മാനേജേഴ്സ് ആയിട്ട് റിട്ടയർ ചെയ്യുന്നുണ്ട്. എന്നെ പോലെ ബിസ്ക്കറ്റ് മിഠായി നിറഞ്ഞ ഏരിയ മാനേജർമാരായിട്ടുള്ളുണ്ട്. അപ്പൊ തപാസിന് വെച്ച് എന്റെ വീട്ടിൽ വന്നു മരിക്കുന്നതിന് കുറച്ചാണ് മുമ്പ്. അദ്ദേഹം ഹോളി ലാൻഡിലൊക്കെ പോയിട്ടുള്ളു. അദ്ദേഹം പറഞ്ഞ വിവരം എനിക്കുള്ളൂ. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത് എന്ന് തുടങ്ങിയ പ്രശ്നമാണ് ഇത്, എന്ന് തീരും. അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് ചോദിച്ചെന്താ പറയോ, അന്ന് ഈശോ മരിക്കുന്ന സമയത്ത് അവർക്ക് നല്ലൊരു അനുഗ്രഹം കൊടുത്താ പോയിരിക്കുന്നത്. ഇനി ഇവ സമാധാനം പോയില്ല അന്ന് പറഞ്ഞത് നാട്ടാൽ ദൈവം പോയ അവതാരമാണ്. ഇവിടെ ഋഗ്വേദത്തിൽ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇങ്ങനെ ഈശോ വിദ്യയെ കുറിച്ചിട്ട്. പക്ഷെ അതാണ് ദൈവനിശ്ചയം എന്നും പറഞ്ഞുകൊണ്ട് നമുക്കങ്ങനെ കണ്ണടച്ചിരിക്കാൻ പറ്റുമോ? ഇതിൽ എന്തെങ്കിലും ഇപ്പൊ 140 രാഷ്ട്രങ്ങൾ പോകുന്നത് ഇത് എത്ര കാലമായി. ഞാൻ ബോംബെയിലുള്ള റെപ്രസെന്റേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്ത് ഇന്ന് വരയ്ക്ക് അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏതായാലും അത് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ലോകത്തിലെമ്പാടുമുണ്ട്. ഏതായാലും തിങ്കളാഴ്ചത്തെ ഈ യോഗത്തിന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും ഒരു സമാധാനത്തിന്റെ നീക്കം വിജയിക്കും എന്ന പ്രതീക്ഷയാണ്. അങ്ങേപോലെ എല്ലാവർക്കും ഉള്ളത്. നോക്കാം നമുക്ക് എന്ത് സംഭവിക്കുമെന്ന്. കുഞ്ഞാമത് എന്നോടൊപ്പം ചേരുന്നത് മലപ്പുറത്തു നിന്നാണ്. ശ്രീ കുഞ്ഞാമതിൻ്റെ ടെലിഫോണിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ മടങ്ങി വരാം കേട്ടോ. ഒരു ചെറിയ ഇടവേള, ഷോർട്ട് ബ്രേക്ക്. പൊതുവേദി തുടരുകയാണ്. ഏതായാലും വലിയ പ്രതീക്ഷയോടെയാണ് രാജ്യം ഈ സാഹചര്യത്തെ ഉറ്റുനോക്കുന്നത്. ഇവിടെ പട്ടിണി കൊണ്ട് ഉള്ള ആളുകളുടെ അല്ലെങ്കിൽ മരിക്കുന്ന കുട്ടികളുടെ ഒരു പ്രതിസന്ധി കാണുമ്പോൾ ഇടപെടാതിരിക്കാൻ ലോകത്തെ ഒരു ഏജൻസിക്കോ രാജ്യത്തിനോ കഴിയില്ല എന്ന് ഉള്ള നിലപാടാണ്. ഏതായാലും നിരവധി പ്രേക്ഷകർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ എന്നെ ഹൈദരാലി വൈറ്റി എനിക്ക് പിന്തുണയൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ തർക്കമുള്ളത് കൊണ്ടായിരിക്കാം. ജോസഫ് ND പക്ഷേ എന്നെ ജോസഫ് ND ഷമിത്തിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ ഷമിത്ത് തലശ്ശേരിയിൽ നിന്ന് വിളിച്ച ഷമിത്തിന് ചില പിന്തുണയ്ക്കുന്ന ആളുകളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. ജോസഫ് ND അതിലൊരാളാണ്. ഓക്കെ, അപ്പോൾ ജിയോവ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ന്യൂ തിങ്കർ ഇന്ത്യയുടെ പ്രതിനിധി ഇസ്രായേലിനൊപ്പം നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നു. പാബ്ലോ എന്നോട് പറയുന്നു വിവരക്കേടും വിവരമില്ലായ്മയും നേർക്കുനേർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് കൊള്ളാം. ശക്തിമാൻ ഇന്ത്യ ഇസ്രായേൽ ഐക്യം വരണം എന്ന് പറയുന്നു. ജിയോവ എന്നോടൊപ്പം അക്വേറിയസ് പറയുന്നു ഞാനൊന്നും പറയുന്നില്ല, അവിടെയും അടി നടക്കുകയാണെന്ന് പറയുന്നത്. അടിയല്ല, ഇതൊരു സംവാദമാണ്. അപ്പോൾ സംവാദത്തിനിടയിൽ നിങ്ങളിതൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് എന്തിനാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വരാതിരിക്കാൻ കഴിയില്ല. ഈ ചങ്ങലകൾ മനുഷ്യനെ ബന്ധസ്ഥനാക്കുമ്പോൾ അവിടെ നമുക്ക് വേദനിക്കുന്നത് നമ്മുടെ കൈകളാണ് എന്ന് പറഞ്ഞ കവിവാക്യമുള്ളൊരു നാടാണിത്. എവിടെ ചാട്ടവാർ ആളുകൾക്ക് മുതുകിൽ വീഴുമ്പോഴും വേദനിക്കുന്നത് എൻ്റെ മനസ്സാണ് എന്ന് പറഞ്ഞൊരു കവിവാക്യമുള്ളൊരു നാടാണിത്. ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ഇനി ശേഷം മതി മറ്റൊരു ആളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ എന്ന് കരുതുന്നിടത്ത് ഇന്ത്യയില്ല. ഇന്ത്യയുടെ കാഴ്ചപ്പാട് അതല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ പരമാവധി മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക എന്ന നിലപാടിനാണ് ഞങ്ങളുടെ പിന്തുണ. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടായി. ഒരു പ്രളയം നമ്മൾ കണ്ടു. എല്ലാ പ്രശ്നങ്ങളും തീർന്നവരാണോ അന്ന് സന്നദ്ധ പ്രവർത്തകരായി ഇറങ്ങി മുന്നോട്ട് വന്നത്? എത്രയോ ദുരിതമനുഭവിക്കുന്ന, സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അവരുടെ പ്രയാസങ്ങളെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് കൈത്താങ്ങായി വന്നൊരു നാടാണ് കേരളം. ഇന്ത്യയിൽ എത്രയോ അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. സ്വന്തം കാര്യം നോക്കിയിരുന്നവരല്ല,
മറിച്ച് നാടിൻ്റെ നാളെയുടെ നന്മയ്ക്കായി കഴുമരത്തിലേക്ക് നടന്നു കയറിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നാടാണ് ഇന്ത്യ. അത്തരമൊരു ഇന്ത്യയിൽ നമുക്ക് നിരാലംബരായി നിരാശരായി നോക്കിയിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് രാജ്യം ഇടപെടുന്നത്. അപ്പോൾ അതിന് പിന്തുണ കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിൽ സന്തോഷ് കൂടി എന്നോടൊപ്പം ചേരുന്നത് ലാസ്റ്റ് കോളറാണ്. സന്തോഷ്, ഏതായാലും താങ്കൾ ചേർന്നുകൊണ്ട് അവസാന കോളർ എന്ന നിലയിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ വിഷയം രണ്ട് രാജ്യ സിദ്ധാന്തം അംഗീകരിച്ച് പരിഹരിക്കപ്പെടും എന്ന ഒരു പ്രത്യാശയ്ക്ക് വഴിയുണ്ടോ? എനിക്ക് തോന്നുന്നു സന്തോഷ് ടി വിയിൽ ശ്രദ്ധിക്കുന്നു. നമുക്ക് യൂട്യൂബിൻ്റെ കമൻറ്റുകൾ കൂടി നോക്കാം. കിഡ്സ് ട്യൂബ് എന്നോട് പറയുന്നു, ഗ്ലാഡിയേറ്റർ ഇറ്റലിയോടൊപ്പം നിൽക്കുന്ന ഭാരതീയർ മുഴുവൻ മനുഷ്യത്വ വിരുദ്ധരാണ്. ഓക്കെ, എന്തൊക്കെയോ തർക്കങ്ങളാണ്. ഓക്കെ, ഏതായാലും യൂട്യൂബിൽ ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. ഇതിൻ്റെ ഉത്തരവാദി ആര് എന്ന വലിയ ചോദ്യമാണ് പലപ്പോഴും എല്ലാവരും ഉന്നയിച്ചത്. അപ്പോൾ ഗാസയിൽ പട്ടിണി മരണം രൂക്ഷമാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദികൾ ഇസ്രായേൽ മാത്രമാണോ എന്ന ചോദ്യത്തിൽ 55% ആളുകൾ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നു. പക്ഷേ 45% ആളുകൾ ഹമാസാണ് അതിൻ്റെ കുറ്റവാളികൾ എന്ന് പറയുന്നു. ആര് കുറ്റവാളികളാണെങ്കിലും പട്ടിണിയില്ലാത്ത കുട്ടികളുള്ളൊരു നാട് അവിടെ ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.